السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. ബഹുമാന്യരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, മഹാനായ താബിഈ വര്യൻ അംർ ഇബ്നു ഖൈസ് അൽ മുലാഇ റഹിമഹുല്ലാഹ്, അദ്ദേഹം ശഅബാൻ മാസമായാൽ തൻ്റെ കച്ചവടമെല്ലാം നിർത്തിവെച്ച് ഖുർആൻ പാരായണത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുകയും ഇപ്രകാരം പറയുകയും ചെയ്യാറുണ്ടായിരുന്നു: തൂബാ ലിമൻ അസ്ലഹ നഫ്സഹു ഖബല റമളാൻ. റമളാനിന് മുമ്പ് സ്വന്തം നഫ്സിനെ നന്നാക്കിയവന് മംഗളം. അവന് റമളാനിലെ നന്മകൾ, റമളാനിലെ സൽക്കർമ്മങ്ങൾ നേടിയെടുക്കാൻ അത് സഹായകമാകും എന്നർത്ഥത്തിൽ അദ്ദേഹം അവരെ സ്വാഗതം ചെയ്യുകയാണ്, അവർക്ക് ആശംസ നൽകുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിന് മുമ്പ് സ്വന്തം നഫ്സിനെ നന്നാക്കാത്തവർ അവർ റമളാനിൽ പ്രത്യേകിച്ച് ഉപകാരമൊന്നും നേടാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. റമളാനിന് മുമ്പേ റമളാനിന് വേണ്ടി ഒരുങ്ങാത്തവർ, അവർക്ക് റമളാനിൽ ലഭിക്കുന്ന നേട്ടങ്ങൾ വളരെ ശുഷ്കമായിരിക്കും. അതല്ലെങ്കിൽ റമളാനിനെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ അവർക്ക് സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ നമ്മുടെ നഫ്സിനെ നന്നാക്കുന്നതിൻ്റെ അടിസ്ഥാനം നമ്മുടെ ഖൽബിനെ നന്നാക്കുക എന്നതാണ്. ഖൽബാണ് പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് കേടായാൽ ശരീരം മുഴുവൻ കേടായി. ഏതാണ് ആ മാംസകഷ്ണം? അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്, ഖൽബാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. നമ്മൾ ഒരുപാട് തവണ കേട്ട ഹദീസാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഖൽബിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് കാര്യം. അൽ ഖൽബു ഹുവൽ അസ്ൽ, ഖൽബാണ് അടിസ്ഥാനം. ഖൽബിനെ സ്വാധീനിക്കാത്ത, ഖൽബിൽ സ്പർശിക്കാത്ത, ഹൃദയത്തിനൊരു സ്ഥാനവുമില്ലാത്ത പ്രവർത്തനങ്ങൾ നമ്മൾ ആയുസ്സുടനീളം പതിറ്റാണ്ടുകളോളം, നൂറ്റാണ്ടുകളോളം മെനക്കെട്ട് അധ്വാനിച്ച് ചെയ്തിട്ട് കാര്യമില്ല. എത്ര റമളാനിൽ നമ്മൾ കഠിന പ്രയത്നം നടത്തിയിട്ടും അത് ഖൽബിൽ സ്പർശിച്ചിട്ടില്ലേ, ഹൃദയം തൊടാത്ത അമലാണോ, ഖൽബിൽ അതുകൊണ്ടൊരു സ്വാധീനവും ചലനവുമില്ലേ, ആ പ്രവർത്തനങ്ങൾക്ക് യാതൊരു ഫലവുമില്ല എന്നതാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കുക പറഞ്ഞു: ഹൃദയം എന്നത് ഖായിദും, അതാണ് ശരീരത്തിലെ അവയവങ്ങളെ നയിക്കുന്ന സൈനിക നായകൻ. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ശരീരത്തിൽ ഹൃദയത്തിൻ്റെ സ്ഥാനം അത് രാജാവാണ്, മലിക്കാണ്. ബാക്കിയുള്ള അവയവങ്ങൾ രാജാവിൻ്റെ സൈന്യമാണ്, ജുന്ദാണ്. രാജാവ് നന്നായാൽ സൈന്യം നന്നാവും, രാജാവ് മോശമായാലോ സൈന്യവും മോശമാകും. ഖൽബാണ് അപ്പോൾ നമ്മെ നയിക്കുന്നത്. അവയവങ്ങൾ അതിനെ തുടർന്ന് വരികയാണ്. പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, സകാത്തും ഹജ്ജും മറ്റു സൽക്കർമ്മങ്ങളെല്ലാം നമ്മൾ നിർവഹിക്കുന്നു. ഇതൊക്കെ നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളാണ്. നമ്മുടെ ശരീരത്തിൽ പ്രകടമാകുന്ന പുറമേക്ക് ആളുകൾക്ക് കാണാവുന്ന ഇബാദത്താണ് നിസ്കാരവും ഹജ്ജും. അതുപോലെ തന്നെ നോമ്പ്, അത് ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്താണ്. അത് രഹസ്യമായ ഇബാദത്താണെങ്കിലും അത് ഹൃദയത്തിനകത്തല്ല, ശരീരം കൊണ്ടാണ് നമ്മൾ നോമ്പിൽ
അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ വിട്ടുനിൽക്കുന്നത്, അതിന് രഹസ്യ സ്വഭാവമുണ്ടെങ്കിലും ഇങ്ങനെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏതൊരു ഇബാദത്താകട്ടെ, ഏതൊരു സൽക്കർമ്മമാകട്ടെ, അതാദ്യം നിർബന്ധമാകുന്ന നമ്മുടെ ഖൽബിനാണ്. ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നതിനേക്കാൾ മുമ്പ് നിർബന്ധമാകുന്ന നമ്മുടെ ഖൽബിനാണ്. കാരണം എന്താ? ഏതൊരു നന്മയും ഏതൊരു ഇബാദത്ത് നമ്മൾ ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിയ്യത്തില്ലെങ്കിൽ ആ അമല് ബാത്തിലാണ്. ആ അമല് കൊണ്ട് യാതൊരു കാര്യവുമില്ല. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഹദീസാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കപ്പെടുക നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിയ്യത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? മഹല്ലുൻ നിയ്യ അൽ ഖൽബ്, ഹൃദയമാണ്. ഹൃദയത്തിൽ നല്ല നിയ്യത്തില്ലാത്ത, ഹൃദയത്തിൽ തൊടാത്ത അമലുകൾ നമ്മുടെ ശരീരം കൊണ്ട് എത്ര പ്രവർത്തിച്ചാലും അതുകൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടാകുകയില്ല. നമ്മൾ നിസ്കരിക്കുന്നു, ഇത് റമദാനിന് വേണ്ടി നമ്മൾ മുന്നൊരുക്കം നടത്തുന്നു, റമദാനിൽ നോമ്പെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഖൽബിൽ അതിനുവേണ്ടിയുള്ള ആഗ്രഹവും തേട്ടവും മോഹവും നല്ല നിയ്യത്തുമില്ലെങ്കിൽ നമ്മൾ എത്ര ഇബാദത്ത് ചെയ്തിട്ടും ഒരു നന്മ ചെയ്തിട്ടും യാതൊരു ഫലവുമില്ല എന്നതാണ് ചുരുക്കം. ഖൽബിൽ നമ്മുടെ നന്മകൾക്കുള്ള തേട്ടവും ആഗ്രഹവും നിയ്യത്തും ഉണ്ടായാൽ ആ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായും എളുപ്പമാകും. രാജാവ് നന്നായാൽ സൈന്യം നന്നാവുന്നത് പോലെ, നായകൻ നന്നായാൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അദ്ദേഹത്തെ അനുഗമിക്കുന്നവർ നന്നാകുന്നത് പോലെ, ഖൽബ് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, വാക്കും പ്രവൃത്തിയും എല്ലാം നന്നായി. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, റമദാനിന് മുമ്പ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഖൽബ് നന്നാക്കുക എന്നതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ശരീരത്തിൽ നിയ്യത്തിനുള്ള ഖൽബിനുള്ള സ്ഥാനം ശരീരത്തിലെ റൂഹിനെ പോലെയാണ്. നേരത്തെ നമ്മൾ രാജാവിനെ പോലെയാണ്, സൈനിക നായകനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഒരിക്കൽ പറഞ്ഞു, ശരീരത്തിൻ്റെ അവയവങ്ങളെ പരിഗണിക്കുമ്പോൾ നിയ്യത്തിന് ഖൽബിനുള്ള സ്ഥാനം, നിയ്യത്ത് എവിടെയാണ്? ഖൽബിലാണ്. റൂഹ് പോലെയാണ്. മറ്റു ശരീരത്തിലെ അവയവങ്ങൾ പോലെയാണ് നമ്മുടെ അമലുകൾ, പ്രവർത്തനങ്ങൾ. നിയ്യത്ത് എന്നത് ശരീരത്തിലെ റൂഹാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശരീരത്തിലെ മറ്റ് അവയവങ്ങളാണ്. നിയ്യത്തില്ലെങ്കിൽ റൂഹില്ലാത്ത ശരീരം പോലെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. റൂഹില്ലാത്ത ശരീരം കൊണ്ട് വല്ല ഉപകാരമുണ്ടോ? ഒരു ഉപകാരവുമില്ല. ശരീരം അവിടെയുണ്ട്, പക്ഷെ അതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല. ഇതുപോലെയാണ് ഹൃദയത്തിൽ സ്പർശിക്കാത്ത, നിയ്യത്തില്ലാത്ത നമ്മുടെ പ്രവർത്തനങ്ങൾ റൂഹില്ലാത്ത, ജീവൻ പോയ ശരീരത്തെ പോലെയാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നമ്മെ അറിയിക്കുന്നു. റമദാനിന് മുമ്പ് നമ്മുടെ നഫ്സിനെ നന്നാക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഭാഗം ഖൽബിനെ നന്നാക്കുക എന്നതാണ്. ഖൽബിൻ്റെ പ്രവർത്തനങ്ങൾ നന്നാക്കുക എന്നതാണ്. ഖൽബിലുള്ള ഇബാദത്തുകൾ ശരിയാക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് നമ്മൾ ഖൽബ് കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ? എന്തൊക്കെയാണ്? അതാണ് എല്ലാ ഇബാദത്തുകളുടെയും അടിസ്ഥാനം. ഏതൊരു ഇബാദത്ത്, നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, മറ്റേത് ഇബാദത്താകട്ടെ, അവിടെ ഖൽബിൽ നമ്മൾ സ്ഥാപിക്കേണ്ടുന്ന ഇബാദത്തിൻ്റെ ചില സ്തംഭങ്ങളുണ്ട്, റുക്നുകളുണ്ട്. ഇതില്ലെങ്കിൽ ആ ഇബാദത്ത് പൂർണ്ണമാകുകയില്ല. ചിലപ്പോൾ ആ ഇബാദത്ത് കൊണ്ട് യാതൊരു ഫലമോ പ്രതിഫലമോ നമുക്ക് ലഭിക്കില്ല. അൽ മഹബ്ബ, ഇതാണ് ഒന്നാമതായി ഖൽബിൽ വേണ്ടത്, അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം. രണ്ടാമതായി അൽ ഖൗഫ്, അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള പേടി. മൂന്നാമതായി റജ, അള്ളാഹുവിൻ്റെ കൂലിയിൽ, അവൻ്റെ പ്രതിഫലത്തിൽ, സ്വർഗത്തിൽ ഉള്ള പ്രതീക്ഷ. ഇങ്ങനെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹവും അള്ളാഹുവിൻ്റെ സ്വർഗത്തിലുള്ള പ്രതീക്ഷയും അവൻ്റെ കൂലിയിലുള്ള പ്രതീക്ഷയും അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ ശിക്ഷയെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള പേടിയും, അതുപോലെ തന്നെ തവക്കുൽ, അള്ളാഹുവിൽ കാര്യങ്ങൾ ബരമേൽപ്പിക്കുന്ന അവസ്ഥയും, വൽ ഇനാബ, അള്ളാഹുവിലേക്ക് എന്തു സംഭവിച്ചാലും ഏതവസരത്തിലും, സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും പട്ടിണിയാണെങ്കിലും സമ്പത്താണെങ്കിലും ഏതവസ്ഥയിലും, ആരോഗ്യമാണെങ്കിലും രോഗാവസ്ഥയിലാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും പ്രായമെത്തിയാലും സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും റമളാനിലാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും എപ്പോഴും അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഹൃദയത്തിന് ഉണ്ടാകേണ്ടുന്ന ഗുണമാണ്. അതുപോലെ തന്നെ ഇഖ്ലാസ്, ഏതൊരു പ്രവർത്തനത്തെയും ഏറ്റവും മുന്തിയ പ്രവർത്തനമാക്കുന്ന ഇഖ്ലാസ്, ഹൃദയമാണ് അതിൻ്റെ സ്ഥാനം. സബ്ർ, ക്ഷമയുടെ സ്ഥാനം ഹൃദയമാണ്.
ക്ഷമയില്ലെങ്കിൽ ഒരു നന്മയും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, ഒരു തിന്മയിൽ നിന്ന് മടങ്ങി നിൽക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങളിൽ, അവൻ്റെ വിധികളിൽ തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല. അതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടിയുള്ള ബന്ധവിച്ഛേദനം. ആരെങ്കിലും വെറുക്കുന്നുവെങ്കിൽ അള്ളാഹുവിന് വേണ്ടി വെറുക്കാൻ, അള്ളാഹു വെറുത്തവരെ വെറുക്കാൻ, അള്ളാഹു വെറുത്തതിനെ വെറുക്കാൻ. ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടാൻ, അള്ളാഹു ബന്ധം സ്ഥാപിക്കാൻ പറഞ്ഞവരോട് ബന്ധം സ്ഥാപിക്കാൻ, അള്ളാഹു ഇഷ്ടപ്പെട്ടതിനെയും ഇഷ്ടപ്പെട്ടവരെയും ഇഷ്ടപ്പെടാൻ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഹൃദയമാണ്, ഖൽബിനാണ് ഇതെല്ലാം ഉള്ളത്. ഖൽബ് കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഇബാദത്തുകളുമാണിത്. അതുപോലെ തന്നെ അദ്ദുല്ലു വൽ ഖുദൂ വൽ ഇഖ്ബാത്ത്, അള്ളാഹുവിന് കീഴൊതുങ്ങുക, അവന് വിനയാന്വിതമാകുക, അവൻ്റെ മുമ്പിൽ സർവവും സമർപ്പിക്കുന്ന, അവൻ്റെ മുമ്പിൽ അടിയറവ് പറയുന്ന ഖൽബുണ്ടാകുക, തുമഅനീനത്തുള്ള, സമാധാനമുള്ള, സ്വസ്ഥതയുള്ള ഹൃദയമുണ്ടാകുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് ഹൃദയങ്ങൾക്ക് സമാധാനം വരികയുള്ളൂ. ഇതൊക്കെ നമ്മുടെ ഖൽബ് കൊണ്ട് ചെയ്യേണ്ടുന്ന അമലുകളാണ്. ഇത് ഓരോന്നും വേറെ വേറെ വിശദീകരിക്കാനുണ്ട്, നമ്മൾ ഓടിച്ചു പറയുകയാണ്. ഈ ഹൃദയം കൊണ്ട് നമ്മൾ ചെയ്യുന്ന അമലുകളാണ് അവയവങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന അമലുകളേക്കാൾ നമുക്ക് നിർബന്ധമുള്ളത്. ഹൃദയങ്ങൾ, മനുഷ്യരുടെ ഹൃദയങ്ങൾ ഈ പറഞ്ഞ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്നേഹവും ഭയവും പ്രതീക്ഷയും അതുപോലെ തന്നെ വിനയവും താഴ്മയും തവക്കുലും ക്ഷമയും ഇഖ്ലാസും തൃപ്തിയും അള്ളാഹുവിൻ്റെ ഖലായിലുള്ള റിദയുമെല്ലാം സമ്മേളിക്കുന്ന ഹൃദയങ്ങൾ, ആ ഹൃദയങ്ങൾക്കാണ് ശരിയായ അമലനുഷ്ഠിക്കാനും അള്ളാഹു ശരീരത്തിന് നിർബന്ധമാക്കിയ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും വേണ്ട രൂപത്തിൽ അത് പ്രവർത്തിക്കാനും സാധിക്കുക. അത്തരത്തിലുള്ള അമലുകൾക്കേ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പ്രതിഫലം ലഭിക്കുകയുള്ളൂ. ഇതൊന്നുമില്ലാത്ത ഹൃദയങ്ങളുള്ള ആളുകളാണ് അമൽ ചെയ്യുന്നതെങ്കിലോ, അവർ നോമ്പെടുത്താലും നിസ്കരിച്ചാലും പണ്ഡിതന്മാർ പറഞ്ഞു ഇമ്മ അദീമുൽ മൻഫഅ, അവരെ അമൽ കൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാവില്ല. വെള്ളത്തിൽ വരച്ച വര പോലെ അത് വൃഥാവിലാവും, പാഴ്ശ്രമങ്ങളാവും, പാഴ്വേലയാവും. ഇല്ലെങ്കിൽ ഖലീലുൽ മൻഫഅ, അല്ലെങ്കിൽ ആ പ്രവർത്തനം വീടും, അത് ഖലാ വിട്ടേണ്ട ആവശ്യമില്ല, അതിൻ്റെ ബാധ്യതയിൽ നമ്മൾ ഒഴിവാകും. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് സ്വാധീനം നമുക്കുണ്ടാവില്ല, വളരെ കുറഞ്ഞ ഉപകാരമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് റമളാനിന് മുമ്പ് നമ്മൾ മുന്നൊരുക്കം നടത്തേണ്ടത് ഖൽബ് അടിമുടി ശുദ്ധീകരിച്ചിട്ടാണ്. ഖൽബ് സംസ്കരിച്ച് ഖൽബിൽ അഴുക്കുകളും ഖൽബിൽ ഉണ്ടാകേണ്ടുന്ന മൂല്യങ്ങളും തിരിച്ചറിഞ്ഞ് മൂല്യങ്ങൾ ഖൽബിൽ സന്നിവേശിപ്പിക്കുകയും ഖൽബിൽ കുമിഞ്ഞുകൂടിയിട്ടുള്ള അഴുക്കുകളും അതുപോലെ തന്നെ ഖൽബിന് ബാധിച്ച കറകളും തിന്മകളുടെ മാറാപ്പുകളുമെല്ലാം കഴുകി ശുദ്ധീകരിച്ച് ഖൽബിനെ നന്നാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഹൃദയത്തെ ഇബാദത്തിന് വേണ്ടി ഖൽബിനെ ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്. സഹോദരങ്ങളെ, പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു അൽ ഖുലൂബു ഹിയ മർകസു സ്വലാഹിൽ അഅമാലി വ ഫസാദുഹാ, നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാകുന്നതിൻ്റെയും ചീത്തയാകുന്നതിൻ്റെയും മർക്കസ്, കേന്ദ്രബിന്ദു അത് ഖൽബാണ്. നേരത്തെ പറഞ്ഞ ഹദീസാണ് അതിനുള്ള തെളിവ്. ഖൽബ് നന്നായാൽ വാക്കും പ്രവൃത്തിയൊക്കെ നന്നായി, ഖൽബ് ചീത്തയായാൽ വാക്കും പ്രവൃത്തിയുമെല്ലാം ചീത്തയായി. ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാം, മുൻഗാമികൾ, ചില സലഫു സ്വാലിഹീങ്ങൾ ചില പറഞ്ഞതായി കാണാം, നമ്മുടെ ഖൽബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പത്ത് പാചകം ചെയ്യാൻ വെച്ചിട്ടുള്ള കലത്തെ പോലെയാണ്, പാത്രം. അതിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നു. ഈ ഖൽബ് എന്നത് ആ കലത്തെ പോലെ, അടുപ്പത്ത് വെച്ചിട്ടുള്ള തിളച്ചുമറിയുന്ന പാത്രത്തെ പോലെയാണ്. ആ പാത്രത്തിൽ തിളച്ചുമറിയുന്നതാണ് കയ്യിൽ കൊണ്ട് അതല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് നമുക്ക് കോരി വിളമ്പിത്തരിക, അല്ലേ? അത് കോരിത്തരുന്ന കയ്യിലുകളാണ് നമ്മുടെ നാവ്, നമ്മുടെ വാക്കുകൾ. അപ്പോൾ ഹൃദയത്തിൽ എന്താണോ തിളച്ചുമറിയുന്നത് അതാണ് നാവ് കൊണ്ട് ആളുകൾ കോരിയെടുത്ത് തരിക, വിളമ്പിത്തരിക. ഭക്ഷണം അത് രുചിയുള്ളതാകാം, മധുരമുള്ളതാകാം, കൈപ്പേറിയതാകാം, വളിച്ചതാകാം, പുളിച്ചതാകാം, കേടുവന്നതാകാം. അത് രുചിച്ചു നോക്കിയാൽ അറിയും. ഇതുപോലെ ഹൃദയത്തിൽ എന്താണോ പാകപ്പെടുന്നത് അതാണ് നമ്മുടെ വാക്കായും പ്രവൃത്തിയായും ആളുകൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുക. പുറമെ നമ്മൾ പ്രകടിപ്പിക്കുന്ന പ്രവർത്തനമായും വാക്കായും നമ്മുടെ നാവിലൂടെ തുളുമ്പുന്നതും നമ്മുടെ പ്രവർത്തനമായും ആലോകർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നതും നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചതാണ്, ഖൽബിൽ സ്ഥാനം പിടിച്ചതാണ്. ഖൽബിൽ തൊടാത്തൊരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ ഖൽബിൽ എന്താണ് തൊട്ടത്, എന്താണ് സ്പർശിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കണം. എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം ഖൽബാണ്. നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, ഇതിൻ്റെ അടിസ്ഥാനം ഖൽബാണ്.
നന്നായി പെരുമാറുന്നവരുടെ കൽബ് നന്നായിരിക്കും. നല്ല സ്വഭാവമുള്ളവരുടെ കൽബ് നല്ലതായിരിക്കും. മോശം സ്വഭാവം, മോശം പെരുമാറ്റം കാഴ്ചവെക്കുന്നവരുടെ കൽബ് കേടുവന്നിട്ടുണ്ടാവും. അതുകൊണ്ടല്ല അവരങ്ങനെ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളുടെ കേന്ദ്രം എവിടെയാണ്? നമ്മൾ ചിന്തിച്ചു കൂട്ടുക എവിടെയാണ്? മനസ്സിലാണ്, കൽബിലാണ്. നമ്മുടെ ഉദ്ദേശങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ മോഹങ്ങൾ, നമ്മുടെ അഭിലാഷങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ഡ്രീംസ്, നമ്മുടെ അംബീഷൻസ്, ഇതൊക്കെ എവിടെയാണ്? ഇതിൻ്റെയൊക്കെ സ്ഥാനം എവിടെയാണ്? കൽബാണ്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ പ്ലാനിങ്ങും നമ്മുടെ പദ്ധതികളും എല്ലാം. നമ്മുടെ രഹസ്യങ്ങൾ, അതിൻ്റെ ഉറവിടം എവിടെയാണ്? നമ്മൾ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങളുടെ രഹസ്യമായ ഖജനാവുകൾ എവിടെയാണ്? ഖൽബിന്റെ അകത്തളങ്ങളാണ്. വമഖ്ബഉ കുല്ലി അഹദിൻ ഫീ ഖൽബിഹി, എല്ലാവരുടെയും രഹസ്യങ്ങളുടെ ഉള്ളറകൾ അവരുടെ കൽബുകളാണ്. ഒരുത്തൻ അവൻ ഈ പുറമേക്ക് കാണുന്നതാണോ അവൻ്റെ യഥാർത്ഥ രൂപം? അവൻ്റെ ശരിയായ തനി നിറം നമ്മൾ പറയില്ല. ഒരാളുടെ തനി നിറം മനസ്സിലാവുന്നുണ്ട്. ഈ തനി നിറം എവിടെയാണ് മനസ്സിലാവുക? അവൻ്റെ ഹൃദയത്തിനകത്താണ്. നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിച്ചു നോക്കുക. നമ്മളെ കൽബ് ആർക്കും പൊളിച്ചു നോക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ നമ്മുടെ കൽബിൻ്റെ മന്ത്രങ്ങൾ അറിയുന്നില്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൽബിലേക്ക് തിരിച്ചു നോക്കുക. ഈ കാണുന്ന പുറമേക്ക് ഇതാ ഇസ്ലാമികമായ വേഷവും അടയാളങ്ങളും ചിഹ്നങ്ങളും, അതുപോലെ തന്നെ ആളുകൾക്ക് മുമ്പിലുള്ള എൻ്റെ ബാഹ്യരൂപം, ഇത് തന്നെയാണോ ഞാൻ? എൻ്റെ തനി നിറം എന്താണ് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ കൽബിലേക്കൊന്ന് നമ്മൾ വിരൽ ചൂണ്ടിയാൽ മതി. അവിടെ കാണാം ഹഖീഖത്തു അംരി, നമ്മുടെ ശരിയായ രൂപം, നമ്മുടെ തനി നിറം. വവാഖിഉ സിർരി, നമ്മുടെ രഹസ്യത്തിൻ്റെ യാഥാർത്ഥ്യം. ആളുകൾക്ക് മുമ്പിൽ പരസ്യമായി കാണുന്ന ഞാനല്ല യഥാർത്ഥ ഞാൻ. രഹസ്യ ജീവിതത്തിലെ ഞാനാണ് യഥാർത്ഥ ഞാൻ. ഈ എന്നെ എനിക്ക് എപ്പോൾ തിരിച്ചറിയാൻ സാധിക്കും? എൻ്റെ കൽബിലേക്കൊന്ന് ആത്മാർത്ഥമായി മനസ്സാക്ഷിയിലേക്ക് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. എന്താണ് ഞാൻ? ആരാണ് ഞാൻ? വസാദിഖു ദാതി, ഈ കാണുന്ന തടിയും ചേലും കോലും രൂപമൊക്കെ ഉണ്ടല്ലോ, എന്താണ് ഇതിൻ്റെ സത്യസന്ധമായ രൂപം? എവിടെ നോക്കിയാൽ മനസ്സിലാവും? കൽബിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും. അപ്പം എല്ലാറ്റിൻ്റെ അടിസ്ഥാനം എന്താണ്? കൽബാണ്. കൽബ് ശുദ്ധിയാകാതെ ഒരു പ്രവർത്തനവും ഒരു വാക്കും നന്നാവുകയില്ല എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ ഇങ്ങനെ അനേകം പാഠങ്ങൾ നമുക്ക് പണ്ഡിതന്മാർ കുറിച്ചു വെച്ചതായി കാണാം. സഹോദരങ്ങളെ, വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അൽ ഖൽബു വിആഉ കുല്ലി ഷൈ, എല്ലാ മനുഷ്യ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുന്ന, അത് സംഭരിച്ചു വെക്കുന്ന പാത്രമാണ് ഖൽബ് എന്നത്. ശ്രദ്ധിക്കണം നിങ്ങൾ. ഫൽ ഈമാനു വൽ കുഫ്റു ലാ യകൂനു ഇല്ലാ ഫിൽ ഖൽബ്, ഈമാനും കുഫ്റും ഒരാളെ മുഅ്മിനെന്നും കാഫിറെന്നും വേർതിരിക്കുന്നത് ഈമാനിൻ്റെയും കുഫ്റിൻ്റെയും ഉത്ഭവം എവിടെയാണ്? അടിസ്ഥാനം എവിടെയാണ്? ഖൽബിലാണ്. ഹൃദയത്തിൽ കുഫ്റാണോ വിശ്വാസം, അവൻ കാഫിറായി ജീവിക്കും. ഹൃദയത്തിൽ ഈമാൻ കുറച്ചു വെച്ചവനാണോ, അവൻ മുഅ്മിനായി ജീവിക്കും. കുഫ്റിൻ്റെയും ഈമാനിൻ്റെയും അടിസ്ഥാനം ഖൽബാണ്. വന്നിയ്യത്തു മഹല്ലുഹൽ ഖൽബ്, നേരത്തെ പറഞ്ഞ പോലെ നിയ്യത്തുകളുടെ, ഉദ്ദേശശുദ്ധികളുടെ, മനോവിചാരങ്ങളുടെ അടിസ്ഥാനം ഖൽബാണ്. വൽ ഫഹ്മു വൽ ഫിഖ്ഹു വത്തദബ്ബുറു വൽ ഇത്തിആൽ, കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കുക, മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എങ്ങനെയാണ്? ഖൽബ് കൊണ്ടാണ്. കാര്യങ്ങളിലുള്ള ആഴത്തിലുള്ള അറിവ്, ഫിഖ്, അവഗാഹം എവിടെയാണ്? ഖൽബിലാണ്. കാര്യങ്ങൾ ഉറ്റാലോചിക്കുക ഖൽബ് കൊണ്ടാണ്. ഉപദേശങ്ങൾ സ്വീകരിക്കുക, ആരെങ്കിലും നമ്മെ ഉപദേശിച്ചാൽ ആ ഉപദേശം സ്വാധീനിക്കപ്പെടുക, സാരോപദേശങ്ങൾ ഫലം ചെയ്യുക ഖൽബിലാണ്. ഖൽബിൽ സ്പർശിക്കാത്തവനോട് എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല. അവൻ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ അത് കാറ്റിൽ പുറത്തുവെന്നല്ലാതെ ഹൃദയത്തിൽ ഉപദേശം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു ഫലവുമില്ല. അതുകൊണ്ട് സാരോപദേശങ്ങൾ സ്വീകരിക്കുന്നത്, സ്വാംശീകരിക്കുന്നത് ഹൃദയത്തിലാണ്. വൽ ഇസ്തിഫാദത്തു മിൻ ദുറൂസിൽ ഹയാത്ത്, ഒന്നും വേണ്ട, ഭൗതികമായി ചിന്തിച്ചാൽ നമ്മുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഒരുപാട് പാടുണ്ടാവും അല്ലേ? നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന മുതിർന്ന ആളുകൾ, കാരണവന്മാർ, തലനരച്ച ആളുകൾ, അവർക്ക് വലിയ അറിവും വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും അവരുടെ ജീവിതാനുഭവങ്ങൾ ഒരുപാടുണ്ടാവും. ഈ ജീവിതാനുഭവങ്ങൾ, ജീവിതത്തിലെ പാഠങ്ങൾ ആളുകൾ പഠിച്ച് അതുകൊണ്ട് ഉപകാരമെടുക്കുന്നത് ഖൽബിൽ നിന്നാണ്. ഹൃദയത്തെ സ്വാധീനിച്ച ജീവിതാനുഭവങ്ങളും പാഠങ്ങളും അവരുടെ ജീവിതത്തിലുണ്ടാകും. അതുപോലെ തന്നെ കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്ന സംഭവവികാസങ്ങൾ അല്ലേ, ഇക്കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരുപക്ഷെ കഴിഞ്ഞ തലമുറയിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവവികാസങ്ങൾ ഈ ന്യൂജൻ കാലഘട്ടത്തിൽ നമ്മൾ ദിനം പ്രതി കാണുന്നു. ഇതൊക്കെ സ്വാധീനിക്കുന്ന എവിടെയാണ്?
കഴിഞ്ഞ തലമുറയിലെ ചെറുപ്പക്കാരെ പോലും വിദ്യാർത്ഥികളെ പോലെയാണോ ഈ ന്യൂജൻ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും? അവരുടെ മനസ്സ് തന്നെ മാറിപ്പോയിട്ടുണ്ട്. അവരാകെ ബ്രെയിൻ വാഷ്ഡ് ആയിട്ടുണ്ട് അല്ലേ? ഒരുപാട് വിഷയങ്ങളിൽ നമുക്ക് അതിനുള്ള ഉദാഹരണങ്ങൾ കണ്ടെത്താൻ സാധിക്കും, നേർചിത്രങ്ങൾ വായിച്ചെടുക്കാൻ സാധിക്കും. എന്താണ് കാരണം? അന്നത്തെ കുട്ടികളുടെ ബുദ്ധിയല്ല ഇന്ന്, അന്നത്തെ മനുഷ്യരുടെ ഹൃദയമല്ല. എന്തിനു കുട്ടികളെ പറയണം? മുതിർന്ന ആളുകൾ തന്നെ അവസ്ഥ എന്താണ്? ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന, ഈ ഇന്റർനെറ്റ് യുഗത്തിൽ, ഈ സ്മാർട്ട് ഫോൺ യുഗത്തിൽ ജീവിക്കുന്ന മുതിർന്ന ആളുകളുടെ തന്നെ അവസ്ഥ എന്താണ്? ഈ സാധനം, സ്മാർട്ട് ഫോൺ എന്ന ഈ സാധനം, ഈ മഹാമാരി, ഇത് സ്വാധീനിക്കപ്പെട്ട് ഖൽബിന് മാറ്റം വന്ന മുതിർന്ന ആളുകളുടെ തന്നെ അവസ്ഥ എന്താണ്? പിന്നെ പറയണം ചെറുപ്പക്കാരുടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതിന്റെ എല്ലാം സ്വാധീനം എവിടെയാണ്? ഹൃദയത്തിലാണ്. ഇന്നമാ യകൂനു ഫിൽ ഖൽബ് വഫീഹി യകൂൻ അൽ യഖീൻ വശക്ക്. ഈമാനിലുള്ള ഉറപ്പ്. എന്ത് ഫിത്തനകൾ ഉണ്ടായാലും, എങ്ങനെയൊക്കെ കാലഘട്ടം മാറി മറിഞ്ഞാലും, എത്ര സമൂഹം പുരോഗമിച്ചാലും, അള്ളാഹുവിൻ്റെ ദീനിൽ, അള്ളാഹു പറഞ്ഞതിൽ, അവൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ, ഈമാനിൽ ഉറപ്പ് ഒരാൾക്ക് സംഭവിക്കുക എവിടെയാണ്? ഉറപ്പുണ്ടാവുക, യഖീൻ ഉണ്ടാവുക എവിടെയാണ്? ഖൽബിലാണ്. ആ ഉറപ്പ് നഷ്ടപ്പെടുന്ന ശക്ക്, ദീനിൽ സംശയം ഉണ്ടാവുക, ആശയക്കുഴപ്പമുണ്ടാവുക, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ദീന് കൈയൊഴിയുക, ദീനിനൊരു വക്കിൽ നിന്ന് ആരാധിക്കുക, ദീനിൽ ഉറപ്പില്ലാത്ത അവസ്ഥ, സംശയമുണ്ടാകുന്ന അവസ്ഥ. ഏതാണ് അതിൻ്റെ സ്ഥാനം? ഹൃദയമാണ്. സംശയം ഉള്ളെടുക്കുന്ന ഹൃദയത്തിലാണ്. ഇഖ്ലാസ്, റിയാ, അള്ളാഹുവിന് വേണ്ടി മാത്രം ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്ന ഇഖ്ലാസ് എവിടെയാണ് ഉടലെടുക്കുന്നത്? ഹൃദയത്തിൽ. റിയാ, ആളുകളെ കാണിക്കാൻ വേണ്ടി, കേൾപ്പിക്കാൻ വേണ്ടി, പറയിപ്പിക്കാൻ വേണ്ടി, ബോധിപ്പിക്കാൻ വേണ്ടി, ലോകമാന്യതയുടെ അടിസ്ഥാനത്തിൽ ഇബാദത്ത് ചെയ്യുന്ന റിയാഇന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഖൽബാണ്. വൽ ഹുബ്ബ് വൽ ബുഗ്ദ്, സ്നേഹവും വെറുപ്പും എവിടെയാണ് ഉടലെടുക്കുന്നത്? ഹൃദയത്തിലാണ്. വന്നുസ്ഹു വൽ ഗിശ്, ഗുണകാംക്ഷയും എല്ലാവരോടും, എല്ലാ മനുഷ്യരോടും, സർവ്വ മുസ്ലിമീങ്ങളോടും ഗുണകാംക്ഷ നടത്തുക, നസീഹത്ത് ഉണ്ടാകുക, നന്മ ആഗ്രഹിക്കുക എവിടെയാണ്? ഹൃദയത്തിലാണ്. വഞ്ചന കാണിക്കുക, കുതന്ത്രം കാണിക്കുക, അഹങ്കാരവും കുടിപ്പകയും പേറുക എവിടെയാണ്? ഹൃദയത്തിലാണ്. വൽ ബദ്ലു വശുഹ്, ആളുകളോട് ഔദാര്യം കാണിക്കുക. ഇങ്ങോട്ടെന്തും കിട്ടിയില്ലെങ്കിലും അങ്ങോട്ട് കനിഞ്ഞു നൽകാൻ, ഔദാര്യവാന്മാരാകാൻ, ധർമ്മിഷ്ഠരാകാൻ, ഉദാരന്മാരാകാനുള്ള ഔദാര്യവും ഉദാരതയും എവിടെയാണ് ഉണ്ടാവുക? ഹൃദയത്തിലാണ്. പിശുക്ക്, ലുബ്ധത, തടഞ്ഞു വെക്കുന്ന അവസ്ഥ, ആളുകൾക്ക് കൊടുക്കാനുള്ള മടി എവിടെയാണ് ഉടലെടുക്കുന്നത്? ഖൽബിലാണ്. വത്തവാദു വൽ കിബ്ർ, അഹങ്കാരവും വിനയവും അതിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഖൽബാണ്. വറിഖത്തു വൽ ഖസ്വ, ആളുകളോട് സൗമ്യമായി, ലോലമായി, മൃദുലമായി പെരുമാറുന്നവരുടെ മൃദുലതയും സൗമ്യതയും പാരുഷ്യവും കഠിനതയും, ആളുകളെ അകറ്റുന്ന കടുപ്പവും, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എവിടെയാണ്? ഖൽബാണ്. ഇങ്ങനെ എണ്ണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ, എവിടെയാണ്, ഏതു കാര്യത്തിലാണ്, ഏതു രംഗത്താണ് ഹൃദയത്തിന് സ്വാധീനമില്ലാത്തത്? ഉണ്ടോ? ആ ഹദീസിൻ്റെ ആഴമൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മനുഷ്യൻ്റെ ശരീരത്തിലെ തുടിക്കുന്ന, മിടിക്കുന്ന, രക്തം തുളുമ്പുന്ന, അത് നിലച്ചാൽ എല്ലാം നിലക്കുന്ന, നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന, ഈ നമ്മുടെ കൈപ്പിഴിയിൽ ഒതുങ്ങുന്ന ഈ ഹൃദയത്തിനുള്ള സ്വാധീനം എത്രയാണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് നന്നായാൽ, ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവൻ നന്നായി. അത് ചീത്തയായാൽ ശരീരം മുഴുവൻ ചീത്തയായി. അപ്പം നമ്മൾ നഫ്സിനെ നന്നാക്കുന്നതിൻ്റെ പണി ആദ്യം തുടങ്ങേണ്ടത് എവിടുന്നാണ്? ഖൽബിൽ നിന്നാണ്. ഖൽബിനെയാണ് നമ്മളെപ്പോഴും പരിശോധിച്ചു കൊണ്ടേയിരിക്കേണ്ടത്. ഖൽബിനാണ് നമ്മളെപ്പോഴും ശുദ്ധീകരണവും സംസ്കരണവും പകർന്നു നൽകേണ്ടത്. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാളുടെ ഖൽബിൻ്റെ വിശേഷണങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ്റെ അവയവങ്ങളിലെ പ്രവർത്തനങ്ങൾ സംഭവിക്കുക. ആ പ്രവർത്തനങ്ങൾ പിന്നീട് അതിൻ്റെ അനന്തരഫലങ്ങൾ, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഖൽബിലേക്ക് തന്നെ തിരിച്ചു മടങ്ങും ചെയ്യും. ഞാൻ ഈ പറഞ്ഞ ഖൽബിനെ സ്വാധീനിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എണ്ണി പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ വാക്കും പ്രവൃത്തിയൊക്കെ. ആണോ? അല്ലേ? ആണ്. അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ വിലക്കിയ ഒരു വിലക്ക്, ഒരു ഹറാമായ കാഴ്ച, കേൾവി, സംസാരം, ഇത് നമ്മുടെ ഖൽബിൽ അതിനോട് ഇഷ്ടവും
ആകർഷണം തോന്നുമ്പോഴാണ് നമ്മൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അതങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നാൽ അതിൻ്റെ സ്വാധീനം ഖൽബിലേക്ക് തന്നെ തിരിച്ചു പോകും. ഒന്നുകിൽ അത് പ്രവർത്തിക്കാൻ നമ്മെ പ്രേരിപ്പിച്ച ഖൽബിൻ്റെ പ്രേരണയുണ്ടല്ലോ, അത് വർദ്ധിക്കും, ഖൽബ് കൂടുതൽ വഷളാവും. അതല്ലെങ്കിൽ അതിലവനെ ആ തിന്മയിൽ, ആ മോശത്തരത്തിൽ ആ ഖൽബ് ഉറച്ചു പോകും. ആ ഖൽബിൻ്റെ ഏതൊരു വിശേഷണമാണോ അവനെ ചെയ്യാനും പറയിക്കാനും പ്രേരിപ്പിച്ചത് അത് കൂടും, അതിൽ ഖൽബ് ഉറച്ചു പോകും. പ്രവർത്തനങ്ങൾ അതിൻ്റെ സ്വാധീനം ആ ഖൽബിലേക്ക് തന്നെ മടങ്ങും. ചുരുക്കി പറഞ്ഞാൽ പ്രവർത്തനങ്ങളുടെ ഉത്ഭവം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഹൃദയത്തിലെ ചിന്തകളിൽ നിന്നാണ്, മനസ്സിൻ്റെ തേട്ടങ്ങളിൽ നിന്നാണ്. അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, അനന്തരഫലങ്ങൾ മടങ്ങുന്നത് എവിടത്തേക്കാണ്? ഹൃദയത്തിലേക്കാണ്. യാ സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരടിമ ഒരു തെറ്റ് പ്രവർത്തിച്ചാൽ, അള്ളാഹുവിൻ്റെ ദീനിൽ ഹറാമാക്കിയ ഒരു ഹറാം അവൻ പ്രവർത്തിച്ചാൽ, നുകിത ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ, അവൻ്റെ ഖൽബിൽ ഒരു കറുത്ത പാടതുണ്ടാക്കും. ഒരു ഹൃദ്രോഗ വിദഗ്ധനും ഒരു കാർഡിയോളജിസ്റ്റിനും എത്ര വലിയ ഹൃദയത്തിൻ്റെ അവസ്ഥ തിരിച്ചറിയാൻ പറ്റുന്ന ആധുനിക ഉപകരണങ്ങൾ കൊണ്ട് അളന്നാലും ഖൽബിൻ്റെ ഈ രോഗത്തെ, ഈ കറുത്ത പാടിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. ചിലപ്പോൾ വൈദ്യശാസ്ത്രം അവൻ്റെ ഹൃദയം ഏറ്റവും മുന്തിയ ഹൃദയമായി, ഏറ്റവും നല്ല ഹൃദയത്തിൻ്റെ ആരോഗ്യമുള്ളവനായി ചിലപ്പോൾ വൈദ്യശാസ്ത്രം അവനെ വിലയിരുത്തും. പക്ഷേ തിന്മ ചെയ്താൽ അവിടെ വീഴുന്ന കറുത്ത കുത്ത് ഒരു വൈദ്യശാസ്ത്രത്തിന് കണ്ടെത്താൻ സാധിക്കുകയില്ല. ആ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് അവൻ തുടർന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്വാധീന ഹൃദയത്തിലേക്ക് മടങ്ങും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ കറുത്ത കുത്ത് വർദ്ധിച്ചു വരും. ഓരോ കറുത്ത കുത്ത് ഒന്നായി, രണ്ടായി, പലതായി, ഒരുപാടായി, അവസാനം ഹൃദയം കറുത്ത കരിക്കട്ട പോലെ അതിന് സമാനമായി മാറും. അത്തരം ഹൃദയങ്ങളെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുത്തഫിഫീനിൽ പറഞ്ഞത്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. സംശയം വേണ്ട, നിങ്ങളുടെ കൈകൾ കൊണ്ട് പ്രവർത്തിച്ചു കൂട്ടിയ തിന്മകൾ നിമിത്തം, നിങ്ങളുടെ ശരീരം കൊണ്ട് പ്രവർത്തിച്ചു കൂട്ടിയ സമ്പാദിച്ചത് നിമിത്തം നിങ്ങളുടെ ഹൃദയത്തിന് മുദ്ര വെച്ചിരിക്കുന്നു. ഒരു കാലത്ത് ചെറുപ്പത്തിൽ ദീനിയായി പഠിച്ച് വളർന്ന് അത്തരത്തിലുള്ള ഉപദേശങ്ങൾ കിട്ടി, അത്തരത്തിലുള്ള മാതാപിതാക്കളുടെ തർബിയത്തിൽ വളർന്ന് ഹറാം എന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ പിൽക്കാലത്ത് കുറച്ചൊന്ന് തണ്ടും തടിയൊക്കെ വെക്കുമ്പോൾ അത് ചെയ്യാൻ മടിയില്ല എന്നതിനപ്പുറത്ത് മാലോകർക്ക് മുമ്പിൽ പരസ്യമായത് പ്രകടിപ്പിക്കാൻ പോലും മടിയില്ലാത്ത വിധം ഹൃദയം കടുത്തുപോയിട്ടുണ്ടെങ്കിൽ ഈ കറുത്ത കുത്തുണ്ടാക്കിയ മുദ്ര ഹൃദയത്തെ സ്വാധീനിച്ചതിൻ്റെ ഫലമല്ലാതെ മറ്റെന്താണ്? എൻ്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാർ ചിന്തിക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനം അത് സംസാരിക്കുകയാണെങ്കിൽ തീരുകയില്ല. അഅ്മാലുൽ ഖുലൂബി അസാസുൻ നജാതി മിനൻ നാരി വൽ ഫൗസ് ബിൽ ജന്ന. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നതിൻ്റെയും സ്വർഗം കൊണ്ട് നമ്മൾ വിജയിക്കുന്നതിൻ്റെ അടിത്തറ. ചുരുക്കി പറഞ്ഞാൽ അതാണ്. എങ്ങനെ നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം? എങ്ങനെ നമുക്ക് സ്വർഗം നേടാം? നമ്മുടെ അമലുകൾക്ക് അതിനുള്ള കാരണമാണ്, അതിനുള്ള മാധ്യമങ്ങളും മാർഗങ്ങളും മാത്രമാണ്. അടിസ്ഥാനം എന്താണ്? ഖൽബാണ്, ഹൃദയമാണ്, ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. അതാണ് അടിത്തറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹുദൈബിയ സംഭവത്തിൻ്റെ വേളയിൽ, ഹുദൈബിയ സന്ധിയുടെ സാഹചര്യത്തിൽ ബൈഅത്തു റിദ്വാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്ത സ്വഹാബികൾ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികളുമായി സന്ധി സംഭാഷണം നടത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്നൊരു കിംവദന്തി പരന്നു. യഥാർത്ഥത്തിൽ അത് കളവായിരുന്നു. അങ്ങനെ ഖുറൈശികൾക്കെതിരെ, മക്കയിലെ മുശ്രിക്കുകൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 1000-ലേറെ വരുന്ന സ്വഹാബികൾ ബൈഅത്ത് ചെയ്തു. ആ ബൈഅത്തിനെയാണ് ബൈഅത്തു റിദ്വാൻ എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബൈഅത്തു റിദ്വാനിൽ ഏർപ്പെട്ട മുഅ്മിനീങ്ങളായ സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞു, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫഅൻസല അസ്സകീനത അലൈഹിം വഅസാബഹും ഫത്ഹൻ ഖരീബ. റസൂലേ, ആ മരത്തിന് ചുവട്ടിൽ താങ്കൾക്ക് ബൈഅത്ത് സമർപ്പിച്ച മുസ്ലിമീങ്ങളുടെ വിഷയത്തിൽ, മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹു അവരെക്കുറിച്ച് തൃപ്തിപ്പെടാനുള്ള കാരണം എന്താണ്?
അള്ളാഹു അതിനുള്ള കാരണം പറഞ്ഞു, ഫഅലിമ മാ ഫി ഖുലൂബിഹിം, അവരെ ഹൃദയത്തിനകത്ത് എന്താണ് എന്ന് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. ആ ബൈഅത്ത് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത് എന്താണ്, അവരെ ഖൽബിനകത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിധേയപ്പെടാൻ കാരണമായ ഗുണമെന്താണ്, മാ ഫി ഖുലൂബിഹിം എന്താണെന്ന് അള്ളാഹു തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഫഅൻസല സകീനത അലൈഹിം, അങ്ങനെ അള്ളാഹു അവർക്ക് മേൽ സമാധാനം ഇറക്കി കൊടുത്തു. ശത്രുക്കളുടെ ഭീഷണിയും പ്രതിസന്ധിയും യുദ്ധഭീതിയുമെല്ലാം നിലനിൽക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും അള്ളാഹു സമാധാനം ഇറക്കി കൊടുത്തു. ഹുദൈബിയ സന്ധി കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് നഷ്ടമാണ് എന്ന് തോന്നിയവർക്ക് പിന്നീട് അത് നേട്ടമാണ് എന്ന അനുഭവം സമ്മാനിക്കുന്ന രൂപത്തിൽ അള്ളാഹു സമാധാനം ഇറക്കി കൊടുത്തു. വഅസാബഹും ഫത്ഹൻ ഖരീബ, അവർക്ക് സമീപസ്ഥമായ വിജയവും അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകി. അപ്പോൾ നമ്മുടെ ഖൽബ് നന്നായാൽ ഏതു പ്രതിസന്ധി ഘട്ടത്തിലും ഏത് ഊരാക്കുടുക്കിലും നമുക്ക് സമാധാനവും വിജയവും അള്ളാഹുവിൻ്റെ കാവലും ഉണ്ടാകുമെന്നതിന് തെളിവാണ് ഈ ആയത്ത്. ഖൽബിനകത്തെ അവസ്ഥ എന്താണെന്നുള്ളതാണ് കാര്യം. സഹോദരങ്ങളെ, രണ്ടാമതായി ഞാൻ പറയട്ടെ, റമളാനിന് മുമ്പ് നമ്മുടെ ഖൽബ് ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായി നല്ല നിയത്തുകൾ, ഉറച്ച തീരുമാനങ്ങൾ, ആരോടും ഒരു വെറുപ്പും പകയും വിദ്വേഷമൊന്നുമില്ല, എൻ്റെ ഹൃദയം ക്ലീനാണ്, ഒരാളോടും എനിക്കൊന്നുമില്ല, എൻ്റെ ഖൽബ് ശുദ്ധമാണ് എന്ന് നമുക്ക് സ്വയം മന്ത്രിക്കാൻ പറ്റുന്ന രൂപത്തിൽ കറകളഞ്ഞ ഖൽബായി നമ്മുടെ ഖൽബിനെ നമ്മൾ മാറ്റുക. എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലുമൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അകൽച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് വേണ്ടി നമ്മൾ വിനയപ്പെട്ട് അതൊക്കെ കഴുകിക്കളയുക. ക്ഷമ ചോദിക്കാനും അതുപോലെ തന്നെ വിട്ടുവീഴ്ച ചെയ്യാനും നമ്മൾ തയ്യാറാകുക. അങ്ങനെ നല്ല നിയത്തുകളും ഉറച്ച തീരുമാനങ്ങളും ഖൽബിൻ്റെ സുരക്ഷിതമായ അവസ്ഥയെ നമ്മൾ ഇപ്പം തന്നെ ഉറപ്പുവരുത്തുക. ഇനി റമളാനിലേക്ക് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ആയുസ് നീട്ടിത്തന്നിട്ടില്ലെങ്കിലും, ഇനിയൊരു റമളാനിൽ കൂടി നമുക്ക് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പോൾ തന്നെ ഈ ഖൽബിൻ്റെ അവസ്ഥ ഇങ്ങനെ നമ്മൾ നന്നാക്കുകയാണെങ്കിൽ റമളാനിൽ ജീവിച്ച് ഇബാദത്തുകൾ ചെയ്യുന്നവരെ പോലെ നമുക്ക് പ്രതിഫലം വാരിക്കൂട്ടാൻ പറ്റും. എന്താണ് അതിനുള്ള തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇദാ മരിദൽ അബ്ദു ഔ സാഫറ കുതിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സ്വഹീഹൻ. ഒരാൾ രോഗിയായി, അതല്ലെങ്കിൽ യാത്രക്കാരനായി, രോഗമോ യാത്രയോ ഉണ്ടെങ്കിൽ, നിസ്കാരത്തിൽ നോമ്പിലൊക്കെ ഇളവുണ്ട്, നമുക്കറിയാം, ജമ്മും കസറാക്കാം. നോമ്പെടുക്കാൻ പറ്റാത്ത രോഗിയോ യാത്രക്കാരനോ ആണെങ്കിൽ അവന് നോമ്പ് ഒഴിവാക്കാം. അങ്ങനെ ശർഈയായ കാരണങ്ങൾ കൊണ്ട്, രോഗം കൊണ്ടോ യാത്ര കൊണ്ടോ താൻ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ഒരാൾ തടസ്സം നേരിട്ടാൽ അവൻ ആരോഗ്യവാനായിരിക്കെ, നാട്ടിലുണ്ടായിരിക്കെ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് തത്തുല്യമായ കൂലി പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തും. എന്താ കാരണം? അവൻ്റെ നീയത്ത് കൊണ്ടാണ്, ഹൃദയത്തിലെ നീയത്ത് കൊണ്ടാണ്. ആരോഗ്യമുണ്ടായിരിക്കെ, നാട്ടിലായിരിക്കെ ചെയ്യുന്ന പോലെ അയാൾക്ക് എന്തായാലും രോഗിയാകുമ്പോൾ ചെയ്യാൻ പറ്റില്ല, യാത്ര ചെയ്യാൻ പറ്റില്ല. പക്ഷേ അപ്പോഴും മുമ്പ് ചെയ്തതുപോലെയുള്ള പ്രതിഫലം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? നല്ല നീയത്ത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിച്ചു, നീയത്ത് വെച്ചു, സത്യസന്ധമായ ആഗ്രഹം. ഇത് റമളാനാണ് വരുന്നത്, ഇപ്പോൾ തന്നെ നമ്മൾ നല്ല നീയത്ത് വെക്കുക. റമളാനിൽ, ഈ വരുന്ന റമളാനിൽ എല്ലാ നോമ്പുകളും ഞാൻ അനുഷ്ഠിക്കും, ഒരു തറാവീഹ് നിസ്കാരവും ജമാഅത്തായിട്ടല്ലാതെ ഞാൻ നിർവഹിക്കാതിരിക്കുകയില്ല. അതുപോലെ തന്നെ ഇത്ര ഖത്തം ഓതി തീർക്കും, ഇന്ന നന്മകളൊക്കെ ചെയ്യും. ഇപ്പോൾ തന്നെ നമ്മൾ ഉറച്ച തീരുമാനത്തിലും നിയത്തിലുമാണെങ്കിൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാളൊരു നന്മ ചെയ്യാൻ ആഗ്രഹിച്ചു, ഫലം യഅമൽഹ, അവനത് ചെയ്യാൻ സാധിച്ചില്ല, ഇനി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, അതിനു മുമ്പ് നമ്മൾ മരണപ്പെട്ടാലും ശരി, കുതിബത് ലഹു ഹസന, ആ നന്മകളെല്ലാം അള്ളാഹു നമുക്ക് മേൽ രേഖപ്പെടുത്തും. ആ ചെയ്യാതെ നമ്മൾ ആഗ്രഹിച്ച നന്മക്ക് തത്തുല്യമായൊരു നന്മ അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തും. ഇനി ചെയ്യാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് നമുക്ക് ലഭിച്ചാലോ, നന്മ ചെയ്യാൻ ആഗ്രഹിച്ചു, നമ്മൾ പ്രവർത്തിച്ചു, അതിന് അള്ളാഹു പ്രതിഫലം രേഖപ്പെടുത്തുന്നത് ചുരുങ്ങിയത് 10 ഇരട്ടിയാണ്. 700 ഇരട്ടി വരെ അതിൻ്റെ നീയത്തും ഇഖ്ലാസും അനുസരിച്ച് അതിൻ്റെ പ്രതിഫലം കൂടിയും കുറഞ്ഞിരിക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നല്ല നീയത്തോടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്മകൾക്ക് വരെ അള്ളാഹു സുബ്ഹാനഹു വതആല കൂലി രേഖപ്പെടുത്തുമെന്നാണ്, ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ
ഉറച്ച തീരുമാനങ്ങളും നല്ല നിയത്തും നമ്മുടെ ഹൃദയത്തിൽ സ്വരുക്കൂട്ടുക. പണ്ഡിതന്മാർ ചിലർ പറഞ്ഞതുപോലെ ആദാതു അഹ്ലിൽ യഖ്ലത്തി ഇബാദാത്തുൻ ഇബാദാതു അഹ്ലിൽ ഗഫ്ലത്തി ആദാത്തുൻ. നല്ല നിയത്തുള്ള, അള്ളാഹുവിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചും ബോധമുള്ള, ഈ പറഞ്ഞ നല്ല തീരുമാനങ്ങളും നിയത്തുമുള്ള ആളുകളുടെ ദിനചര്യകൾ, അവർ ജീവിതത്തിൽ ചെയ്യുന്ന ദുന്യവിയായ ഹോബികൾ വരെ അവർക്ക് ഇബാദത്താക്കി മാറ്റാൻ സാധിക്കും. ഏതുപോലെ? നമ്മൾ ഭക്ഷണം കഴിക്കൽ, നമ്മൾ കുളി തെളി, വീട്ടിലെ ക്ലീനിങ്, സ്ത്രീകളാണെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യൽ, നമ്മളൊന്ന് മേലെ നീങ്ങാൻ തടിയ നീങ്ങുന്ന നടത്തമോ ഓട്ടമോ അതല്ലെങ്കിൽ എന്തെങ്കിലും വ്യായാമമോ ഉറക്കമോ എന്തുമാകട്ടെ, ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ എല്ലാ മനുഷ്യന്മാരും ജാതി മത ഭേദമന്യേ എല്ലാവരും ചെയ്യുന്ന ഹോബീസാണ്, അവരുടെ ദിനചര്യങ്ങളാണ്. നല്ല നീയത്തുള്ള ദീനീബോധമുള്ള ആളുകൾക്ക് നല്ല നീയത്ത് കൊണ്ട് ഇതൊക്കെ ഇബാദത്താക്കി മാറ്റാൻ സാധിക്കും. അള്ളാഹ്ക്ക് വേണ്ടി അവനെ ഇബാദത്ത് ചെയ്യാൻ വൃത്തിയോടെ ശുദ്ധിയോടെ ആരോഗ്യത്തോടുകൂടി അന്തസ്സോടുകൂടി കച്ചവടം ചെയ്യാണ്, അതിനുവേണ്ടി യാത്ര നടത്താണ്, പൈസ ഉണ്ടാക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല നീയത്തുകൾ നമ്മൾ സ്വരുക്കൂട്ടിയാൽ അതൊക്കെ നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ സാധിക്കും. ഇതാർക്കേ സാധിക്കുള്ളൂ? നീയത്തിനെ കുറിച്ച് ബോധമുള്ള അഹ്ലുൽ യഖ്ലത്തിനെ ഇത് സാധിക്കുള്ളൂ. എന്നാൽ ഈ നീയത്ത് ഹൃദയത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖൽബിൽ നീയത്തോ ഖൽബിൽ തൊടാത്ത യാന്ത്രികമായ വെറുതെ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ്. നിസ്കാരവും ചടങ്ങ്, നോമ്പും ചടങ്ങ്. റമദാനാണല്ലോ വരുന്നത്, എല്ലാവരും നോമ്പ് നോക്കുന്നുണ്ട്, പുരയിൽ എല്ലാവർക്കും നോമ്പാണ്. എങ്ങനെ നോമ്പ് ഒഴിവാക്കുക? നോമ്പെടുക്കന്നെ. എങ്ങനെ നിസ്കരിക്കാൻ പോകാതിരിക്കാൻ പറ്റുക? നേരെ ബാങ്ക് കൊടുക്കുന്ന മസ്ജിദിൻ്റെ മുമ്പിലാണ് എൻ്റെ വീടുള്ളത്, പുരയുള്ളത്. നമ്മളാണ് ആ മസ്ജിദ് ഉണ്ടാക്കിയത്, നമ്മളെങ്ങനെ അവിടെ പോകാതിരിക്കുക? അങ്ങനെ ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടി ഖൽബ് തൊടാ, എനിക്ക് വേണ്ടി എൻ്റെ റബ്ബ് നിയമമാക്കിയതാണ്, എൻ്റെ റബ്ബിനോടുള്ള മുനാജാത്താണിത്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പ്രതിഫലവും അള്ളാഹുവിൻ്റെ കൽപ്പനയുമൊക്കെ നിറവേറ്റുന്നതിൻ്റെ ഭാഗമായുള്ള ഇഖ്ലാസോ നിയത്തോ ഇല്ലാതെ എന്ത് നമ്മൾ പ്രവർത്തിച്ചാലും അങ്ങനെ പ്രവർത്തിക്കുന്നവരെ ഇബാദത്ത് പോലും ഹോബീസായിട്ട് ദിനചര്യകളായി അതപ്പതിക്കും. അവർ ചെയ്യുന്ന ഇബാദത്തും നോമ്പും നിസ്കാരവും സൽക്കർമ്മങ്ങൾ പോലും ഒരു പ്രതിഫലവുമില്ലാത്ത ഡെയിലി നമ്മളെ ജീവിതത്തിൽ ചെയ്യുന്ന വെറും പ്രവർത്തനങ്ങളായി പാഴ്വേലകളായി മാറും. ഇബാദത്തുകൾ പോലും, മറ്റവരുടെ ദിനചര്യകൾ പോലും, ദിവസവും ചെയ്യുന്ന കേവലം ഭൗതികമായ പ്രവർത്തനങ്ങൾ പോലും ഇബാദത്തായി മാറാൻ സാധിക്കും. രാവും പകലിലെ വ്യത്യാസമുണ്ട് ഈ പറഞ്ഞത്. ഒരേ സൊഫിൽ നിൽക്കുന്നുണ്ടാവും ഈ പറഞ്ഞ ആളുകൾ, ഈ രണ്ടു കൂട്ടരും ഒരേ സൊഫിൽ അടുത്തടുത്ത് നിൽക്കുന്നുണ്ടാവും, ഒരേ നിസ്കാരം, ഒരേ റബ്ബിന് മുമ്പിൽ, ഒരേ മസ്ജിദിൽ, ഒരേ ഇബാദത്ത്, ഒരേ രൂപം പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ തനിച്ച് അതുപോലെ തന്നെ രണ്ടു കൂട്ടരുടെയും പ്രവർത്തനം. പക്ഷെ രാവും പകലിനും ഇടയിൽ വ്യത്യാസം. ഒരാളുടെ ഇബാദത്ത് അത് പാഴായി, മറ്റാളുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുന്നു, അയാളുടെ വെറും പ്രവർത്തനങ്ങൾ പോലും ഇബാദത്തായി മാറുന്നു. എന്താണ് വ്യത്യാസം? പുറമേക്കൊരു വ്യത്യാസമില്ല അല്ലേ? ഖൽബാണ് കാര്യം, ഖൽബിലെ നിയത്താണ് കാര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖൽബിനുള്ള സ്വാധീനവും ഖൽബിൽ നല്ല നിയത്തുകളും ഉദ്ദേശങ്ങളും സ്ഥാപിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതാണ് റമളാനിന് മുമ്പുള്ള നമ്മുടെ നഫ്സിൻ്റെ മാറ്റത്തിന്, നഫ്സ് നന്നാക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നല്ല നിയത്തുകളും തീരുമാനങ്ങളും ഉദ്ദേശങ്ങളും ഇപ്പോൾ തന്നെ മനസ്സിൽ സ്ഥാപിക്കുക, മനസ്സിൽ നിറക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് വായിക്കാവുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന പ്രസിദ്ധമായ ഹദീസിൽ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രത്യക്ഷത്തിലുള്ള രൂപത്തിലേക്കോ നിങ്ങളുടെ സമ്പത്തിലേക്കോ പുറമോടിയിലേക്കോ ഒന്നും നോക്കുന്നില്ല. അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും ആ ഹൃദയത്തിൽ സ്പർശിച്ച നല്ല നിയത്തുകളുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ്. അതുകൊണ്ട് നമ്മൾ നാട്ടിൽ അറിയപ്പെട്ട പ്രമാണിയാണോ, നമ്മൾ വലിയ സമ്പന്നനാണോ, ആരോഗ്യമുള്ളവനാണോ, ഭംഗിയുള്ളവനാണോ, നമ്മുടെ രൂപം എന്താണ്, നമ്മുടെ തറവാട് ഏതാണ്, നമ്മുടെ പാരമ്പര്യം എന്താണ്, നമുക്കുള്ള ആസ്തി എത്രയാണ്, പുറമേക്ക് ആളുകളുടെ മുമ്പിൽ മെച്ചപ്പെട്ടതായ ആളുകൾ വലിയ സംഭവമായി, ആളുകൾ നന്മയുടെ അളവുകളായി വിലയിരുത്തുന്ന ഒന്നുമല്ല അള്ളാഹു സ്വീകരിക്കുന്ന മാനദണ്ഡം. മറിച്ച് അള്ളാഹു ആദ്യം നോക്കുന്ന ഹൃദയത്തിലേക്കാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നതാണ്. ചില ആളുകൾ ഈ ഹദീസിനെ ദുർവ്യാഖ്യാനിക്കും. പുറമേക്ക് എന്ത് ചെയ്താലും വേണ്ടില്ല, ഉള്ളിലാണ് ഈമാൻ. എൻ്റെ കൽബിനകത്ത് ഈമാനുണ്ടോ, ഞാൻ എന്ത് ഹറാമ് പ്രവർത്തിച്ചാലും അവിടേക്കൊന്നും നീ നോക്കണ്ട, താടിയിലോ ഇസ്ലാമിക വേഷത്തിലോ ഒന്നിലോ അല്ല കാര്യം.
ഖൽബിനകത്ത് ഈമാനുണ്ടോ അവിടെയാണ് കാര്യം. ഖൽബിനകത്ത് ഈമാനുണ്ടെങ്കിൽ അതിൽ വാക്കിലും പ്രവൃത്തിയിലും സ്വാധീനം ഉണ്ടാവും. ഹൃദയത്തിൽ ഇസ്ലാമും ഈമാനും കയറി കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും ഭാഗമായി അവൻ്റെ വേഷവും താടി രൂപമൊക്കെ നന്നാവും. അത് ആ ഹദീസിൻ്റെ ഒരു വശമാണ്. ഇനി ഒരാളുടെ വേഷവും കോലവും രൂപം പ്രത്യക്ഷത്തിലുള്ള അടയാളങ്ങൾ ചിഹ്നങ്ങളൊക്കെ നന്നായി, പക്ഷെ അതൊന്നും ഖൽബിൽ തൊട്ടിട്ടല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളും ബാത്തിലാവും, അതും വൃഥാവിലാകും. ഒരാൾ പ്രായപൂർത്തിയായ മുതൽ മരിക്കുവോളം ഒരു 100 വയസ്സ് വരെ ജീവിച്ചു എന്ന് വിചാരിക്കുക. ഒരു നോമ്പും ഒഴിവാക്കിയിട്ടില്ല, ഒരു നിസ്കാരവും ജമാഅത്തായി നിർവഹിക്കുന്നതിൽ അയാൾ മടി കാണിച്ചിട്ടില്ല, അലസത കാണിച്ചിട്ടില്ല, ജീവിച്ച എല്ലാ കാലവും ഹജ്ജ് ചെയ്തെന്ന് വിചാരിക്കാം. സർവ നന്മകളും സാധിക്കുന്നിടത്തോളം അയാൾ പ്രവർത്തിച്ചു. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രം എന്ന് ഇഖ്ലാസ് തൊട്ട് തീണ്ടാതെയാണെങ്കിൽ ആരെങ്കിലും കാണിക്കാനോ, എല്ലാ വർഷവും ഹജ്ജ് ചെയ്തത് നമ്മുടെ നാട്ടിൽ എല്ലാ വർഷവും ഹജ്ജ് ചെയ്ത ഹാജിയാർ എന്ന റെക്കോർഡ് എടുക്കാൻ വേണ്ടി, പേരെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ, ഏറ്റവും കൂടുതൽ ഹജ്ജ് ചെയ്ത ഹാജിയാർ പട്ടം കിട്ടിയ ആൾ എന്ന റെക്കോർഡ് എടുക്കാൻ വേണ്ടിയാണെങ്കിൽ അല്ല, ഹജ്ജ് കൊണ്ട് യാതൊരു ഉപകാരമില്ല. നിസ്കരിക്കാൻ നമ്മളുണ്ടാക്കിയ പള്ളിയിൽ നമ്മൾ നിസ്കരിക്കാനില്ലെങ്കിൽ എന്താണ് ആളുകൾ എന്നെക്കുറിച്ച് വിചാരിക്കുക എന്ന വിചാരത്തിൽ പള്ളി സെക്രട്ടറി നിസ്കരിക്കാൻ വന്നാലോ, ഞാൻ ഇവിടെ ഉള്ള ആരും ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ പറഞ്ഞത്, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെയാണ് വന്നതെങ്കിലോ അയാൾ നിസ്കാരം കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു ജമാഅത്തും അയാൾ ഒഴിവാക്കിയിട്ടുണ്ടാവില്ല. ഇമാമിൻ്റെ നേരെ പിന്നിലുണ്ടാവും, അല്ലെങ്കിൽ അവിടെ ബാങ്ക് കൊടുക്കുന്ന മൂപ്പരാണ്, ഇമാമ മൂപ്പരാണ്. പക്ഷേ ഞാൻ അവിടുത്തെ ഇമാമായി മുഅദ്ദിനായി അല്ലെങ്കിൽ മസ്ജിദിലെ കാര്യപ്പെട്ട ആളായി ഞാൻ അവിടെ ഇല്ലെങ്കിൽ ആളുകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന ചിന്തയിലാണ് ഈ നൂറ്റാണ്ട് മുഴുവൻ അയാൾ നിസ്കരിച്ചതെങ്കിലോ, നോമ്പ് മറ്റ് ഇബാദത്തുകളൊക്കെ അങ്ങനെയാണെങ്കിലും വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ സഹോദരങ്ങളെ? ഒരിക്കലുമില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുക. ആ ഹൃദയത്തിൽ സ്പർശിച്ച അമലുകളിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുക എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മൾ നോമ്പെടുക്കുമ്പോൾ റമദാനിലെ നമ്മുടെ നിസ്കാരം, നമ്മുടെ ഇബാദത്തുകൾ, പണ്ഡിതന്മാർ ചില പറഞ്ഞു, നമ്മൾ നോമ്പെടുക്കുന്നെങ്കിൽ ഫതസൂമു ഖുലൂബന, നമ്മുടെ ഹൃദയം ആദ്യം നോമ്പെടുക്കണം. നമ്മൾ നിസ്കരിക്കുന്നുവെങ്കിൽ ഫതഖൂമു ഖുലൂബുന, നമ്മുടെ ഖൽബ് ആദ്യം നിസ്കരിക്കണം. എന്താണ് നമ്മളെ നിസ്കാരത്തിൻ്റെ അവസ്ഥ? സഹോദരങ്ങളെ, പലപ്പോഴും നമ്മളെ നിസ്കാരം പോലും ചടങ്ങ് തീർക്കുന്ന അവസ്ഥയാണ്. റമദാൻ മാസത്തിലും അല്ലാത്തപ്പോഴും നമ്മുടെ പ്രധാനപ്പെട്ട ഇബാദത്താണ് നിസ്കാരം. എന്നാൽ എത്ര കാലമായിട്ടുണ്ടാവും നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി ആ നിസ്കാരം കഴിഞ്ഞ് സലാം വെട്ടി കഴിഞ്ഞാൽ എന്തൊരു ആസ്വാദനമായിരുന്നു എൻ്റെ നിസ്കാരത്തിൽ. റബ്ബിൻ്റെ മുമ്പിൽ നേർക്കുനേരെ നിൽക്കുന്ന അനുഭൂതി അനുഭവിച്ചൊരു നിസ്കാരം, കൺകുളിർമയാകുന്ന നിസ്കാരം, സമാധാനമാകുന്ന നിസ്കാരം, നിസ്കാരത്തിൽ ആസ്വാദനം കണ്ടെത്തുന്ന നിസ്കാരം. എത്ര കാലമായിട്ടുണ്ടാവും നമ്മൾ നിസ്കരിച്ചിട്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൺകുളിർമയായിരുന്നു അവിടുത്തെ നിസ്കാരം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വാസം കണ്ടെത്തിയിരുന്നത് നിസ്കാരത്തിലായിരുന്നു. ജുഇലത് ഖുറത്തു ഐനി ഫി സ്വലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എൻ്റെ കൺകുളിർമയായി നിസ്കാരം നിശ്ചയിക്കപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നിസ്കാരത്തിന് ബാങ്ക് വിളിക്കാൻ, ഇഖാമത്ത് വിളിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, അരിഹ്നാ ബിസ്സലാത്തി യാ ബിലാൽ, ഓ ബിലാൽ, നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കൂ, അദാൻ കൊടുക്കൂ, നിസ്കാരത്തിന് വിളിയാളം ഉണ്ടാക്കൂ, ഞങ്ങൾക്ക് ആശ്വാസം പകരൂ. നിസ്കരിക്കാൻ ബാങ്ക് കൊടുത്ത് നിസ്കാരത്തിന് നിന്ന് നിസ്കാരത്തിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വാസം കണ്ടെത്തിയിരുന്നതാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ കൺകുളിർമയുള്ള നിസ്കാരം കൊണ്ട് ആശ്വാസം ലഭിക്കുന്ന, ദുനിയാവിൽ എന്തൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും തിരക്കുകളും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ കാറ്റിൽ ലയിച്ചു പോകുന്ന, ആവിയായി പറന്നു പോകുന്ന, പാറിപ്പോകുന്ന അവസ്ഥയിൽ നിസ്കരിക്കാനുള്ള മാനസികാവസ്ഥ നമുക്ക് എത്ര കാലം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള നിസ്കാരം നമ്മൾ നോർത്തെടുത്ത് നോക്കി. ഇന്ന് നമ്മൾ എത്ര വഖത്ത് നിസ്കരിച്ചു? ഈ സമയം വരെ സുബഹ് മുതൽ അസർ വരെ നമ്മൾ 3 വഖത്ത് നിസ്കരിച്ചു. എത്ര റക്അത്ത് നിസ്കരിച്ചു? 10 റക്അത്ത് നമ്മൾ നിസ്കരിച്ചു. എന്തായിരുന്നു നമ്മുടെ നിസ്കാരത്തിൻ്റെ അവസ്ഥ? റബ്ബിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, വേറൊരു ചിന്തയില്ല. റബ്ബിൻ്റെ മുമ്പിൽ അവനെ മാത്രം ലക്ഷ്യമാക്കി വേറൊരു ഫിക്റുമില്ല, വേറൊരു ചിന്തയോ വേറൊരു ആലോചനയോ ഇല്ലാതെ കൈകെട്ടി റബ്ബിൻ്റെ മുമ്പിൽ തക്ബീറത്തുൽ ഇഹ്റാം തുടങ്ങി സലാം വിട്ടുന്നത് വരെ
അള്ളാഹ്ക്ക് വേണ്ടി മാത്രം എൻ്റെ ചിന്തയോ എൻ്റെ ചലനമോ എൻ്റെ കാഴ്ചയോ ഒരു നിലക്കും അള്ളാഹുവിൽ നിന്ന് എൻ്റെ മനസ്സും ശരീരവും തെറ്റാതെ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ തുടങ്ങി സലാം വീട്ടുന്നവർ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം സമ്പൂർണ്ണമായി 100% ഞാൻ നിസ്കരിച്ചിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്ന ഒരു നിസ്കാരം, അങ്ങനെ ഒരു നിസ്കാരം ചിലപ്പോൾ ഇതുവരെ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടാവില്ല. പല റമദാനിലെയും നമ്മുടെ നിസ്കാരങ്ങൾ പോലും അങ്ങനെ ആയിരിക്കില്ല. ഇങ്ങനെ നിസ്കരിക്കാത്ത നിസ്കാരം കൊണ്ട് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു, ശരിക്ക് കൺകുളിർമയാകുന്ന നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച റസൂലുള്ളാഹിൻ്റെ നിസ്കാരം, ആ നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടിയാൽ ദുനിയാവിലെ എല്ലാ ചിന്തയും തിരക്കുകളും നിസ്കരിക്കാൻ കൈകെട്ടി കഴിഞ്ഞാൽ അകന്നു പോകും. കാരണം അവൻ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. തൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ വിനയാന്യതനായി നമ്രശിരസ്കനായി ശിരസ് കുനിച്ച് സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കി അവൻ്റെ മുമ്പിൽ കുനിഞ്ഞ് സാഷ്ടാംഗം നമിച്ച് തസ്ബീഹ് ചെയ്ത് അവൻ്റെ മഹത്വത്തെ വാഴ്ത്തി അള്ളാഹു സുബ്ഹാനഹു തആലയോട് ഭയപ്പാടുള്ളവനായി അള്ളാഹുവിനുള്ള ഇബാദത്തിൽ സമാധാനമടഞ്ഞവനായി ആശ്വാസം കണ്ടെത്തുന്നവനായിട്ടാണ് നിസ്കരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ നിസ്കാരത്തിലെ സകല അശ്രദ്ധയും അതുപോലെ തന്നെ ഐഹികമായ ചിന്തകളും എല്ലാം അകന്നുപോകും. പണ്ഡിതന്മാർ പറയുന്നു, നിസ്കാരത്തിൽ ആശ്വാസവും ആനന്ദവും കണ്ടെത്തുന്നവരുടെ നിസ്കാരവും നിസ്കാരത്തിൽ നിന്ന് ആശ്വാസവും ആനന്ദവും കണ്ടെത്തുന്നവരുടെ നിസ്കാരം തമ്മിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ശ്രദ്ധിക്കണം, ഇതിലേതു വിഭാഗത്തിലാണ് നമ്മളെന്ന് പരിശോധിക്കണം. നിസ്കാരക്കാർ ഈ 2 കാറ്റഗറിയിലായിരിക്കും. ഒന്നുകിൽ നിസ്കാരത്തിൽ ആശ്വാസവും റാഹത്തും കണ്ടെത്തുന്നവർ, അല്ലെങ്കിൽ നിസ്കാരത്തിൽ നിന്ന് റാഹത്തും ആശ്വാസവും കണ്ടെത്തുന്നവർ. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? ആദ്യത്തെ ആൾ, നിസ്കാരത്തിൽ റാഹത്തും ആശ്വാസവും കണ്ടെത്തുന്ന ആളുകൾക്ക് കൺകുളിർമയായിരിക്കും നിസ്കാരം. നിസ്കാരം ആസ്വാദനമായിരിക്കും. ഭൗതികമായ വിഷയങ്ങൾ, മക്കളും സന്താനങ്ങളും ഭാര്യമാരും ഭൗതികമായ വിഭവങ്ങളും മനുഷ്യർക്ക് കൺകുളിർമയാണ്. എങ്ങനെയാണ് കൺകുളിർമയാവുക? മക്കളെ കാണുമ്പോഴും മക്കളെക്കുറിച്ച് ആലോചിക്കുമ്പോഴും അതുപോലെ മക്കളുമായി സഹവസിക്കുമ്പോഴും ഒക്കെ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നിറഞ്ഞു വരുമ്പോൾ നമ്മളെ ഖൽബിന് വല്ലാത്ത ആശ്വാസം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, റാഹത്തുണ്ടാവും. അതുപോലെ തന്നെ ഭൗതികമായി നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും അത് നമ്മുടെ കൺകുളിർമയാകുമ്പോൾ അതിനേക്കാൾ വിലപിടിപ്പുള്ള അമൂല്യമായ മറ്റൊന്നും നമുക്കുണ്ടാവില്ല. ഇതുപോലെ ആവണമെന്നാണ് നിസ്കാരം. ദുനിയാവിൽ എന്തിനേക്കാളും ഏതിനേക്കാളും നിസ്കാരം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും കാര്യപ്പെട്ട, ഏറ്റവും ആസ്വാദനമുള്ള അമൂല്യമായ സംഗതിയായിട്ട് തോന്നിയാലേ നമ്മൾ നിസ്കാരം നമുക്ക് കൺകുളിർമയുള്ളൂ. റസൂലുള്ളാഹിക്ക് കൺകുളിർമയായിരുന്നു നിസ്കാരം. അങ്ങനെയുള്ള ആളുകൾ അവർ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടാൻ അവർക്ക് പ്രയാസമായിരിക്കും. നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി പുറത്തു കിടക്കാന്നുള്ളത് അവർക്ക് വലിയ പ്രയാസമായിരിക്കും. നിസ്കാരം പിന്നെയും ദീർഘിച്ചിരുന്നെങ്കിൽ എന്നവരാഗ്രഹിക്കും. അങ്ങനെയുള്ളവർക്കാണ് നിസ്കാരത്തിൽ ആശ്വാസം ഉണ്ടാവുള്ളൂ. സലാം വീട്ടിക്കഴിഞ്ഞാലും നിസ്കാരം ചുരുങ്ങിപ്പോയല്ലോ, നമ്മൾ നേരെ തിരിച്ചാ പറയല്, നിസ്കാരം കുറച്ച് കൂടിപ്പോയി, ദീർഘിച്ചു പോയി, ഒന്നും കൂടി ചുരുക്കായിരുന്നില്ലേ എന്നാണ് നമ്മൾ പറയല്. നിസ്കാരത്തിൽ റാഹത്തും ആനന്ദവും ആസ്വാദനം കണ്ടെത്തുന്നവർക്ക് നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടാൻ തോന്നൂല. നിസ്കാരം ദീർഘിക്കാനാണ് അവർ ആഗ്രഹിക്കുക. നിസ്കാരത്തിൽ നിന്ന് വിടവാങ്ങാൻ അവർ ആഗ്രഹിക്കുകയേയില്ല. എന്നാൽ നിസ്കാരത്തിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുന്നവരോ അവർ നേരെ തിരിച്ചായിരിക്കും. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞാൽ അവർക്കില്ലാത്ത സന്തോഷമൊന്നുമില്ല. വേഗം പൊടി തട്ടി സലാം വീട്ടി 3 അസ്തഗ്ഫിറുല്ലാഹ് വരെ ചൊല്ലാൻ അവർക്ക് സമയം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ അവർക്ക് നിസ്കാരം ഭയങ്കര ഭാരമായിരിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അവരെ നിസ്കാരം തീക്കട്ടമ്മ നിന്ന് നിസ്കരിക്കുന്ന പോലെ ആയിരിക്കും, തീക്കനലിൽ മേൽ നിന്ന് നിസ്കരിക്കുന്ന പോലെ ആയിരിക്കും. നിസ്കാരം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന നിലക്ക് ചടങ്ങ് തീർക്കാൻ തലകുത്തി മറിഞ്ഞവർ സലാം വീട്ടി പോകും. സുന്നത്ത് നിസ്കാരമില്ല, നിസ്കാരത്തിന് ചില ദിക്റുകളില്ല, നിസ്കാരത്തിന് ചിലപ്പോൾ അവരൊന്നും ചൊല്ലുകയോ ഓർക്കുകയോ ചെയ്യുന്നുണ്ടാകുകയില്ല. സഹോദരങ്ങളെ, ഇതിലേത് അവസ്ഥയിലാണ് നമ്മുടെ നിസ്കാരം എന്ന് നമ്മൾ പരിശോധിക്കണം. നിസ്കാരത്തിൽ ആനന്ദവും ആസ്വാദനവും റാഹത്തും കണ്ടെത്തുന്നവരാണോ നമ്മൾ? അതല്ല നിസ്കാരത്തിൽ നിന്ന് റാഹത്തും ആശ്വാസവും കണ്ടെത്തുന്നവരാണോ നമ്മൾ? ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇങ്ങനെ നിസ്കാരത്തിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുന്ന ആളുകൾ, നിസ്കാരത്തിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ നിന്ന് വിട്ടു പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അവർ ഏറ്റവും വൈകി പള്ളിയിലേക്ക് വരും, ഏറ്റവും പെട്ടെന്ന് തന്നെ മസ്ജിദിൽ നിന്ന് പോവുകയും ചെയ്യും. നിസ്കാരത്തിന് ഏറ്റവും വൈകി വരുന്നവരവരായിരിക്കും. വല്ലപ്പോഴും വൈകി വരുന്നവരെ കുറിച്ചല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. സ്ഥിരമായി വൈകി വരുന്നവരവരായിരിക്കും, സ്ഥിരമായി നേരത്തെ പോകുന്നവരവരായിരിക്കും. വൈകി വരികയും നേരത്തെ പോകുകയും ചെയ്യും നിസ്കാരത്തിന്. കാരണം എന്താ? നിസ്കാരം അവർക്ക് ആശ്വാസമില്ല. നമുക്കൊരു ആശ്വാസവും ആനന്ദവും കൺകുളിർമയുള്ളൊരു സംഗതിയിൽ നമ്മൾ എത്ര നേരം സ്പെൻഡ് ചെയ്യും? മാക്സിമം ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യും അല്ലേ?
അതിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ പുറത്തു പോകാൻ നമ്മൾ ആഗ്രഹിക്കില്ല, കൂടുതൽ അവിടെ സമയം ചെലവഴിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെയുള്ള ആളുകൾ മസ്ജിദുകളിലുണ്ടാകും. അധികവും സമയം കിട്ടുമ്പോഴൊക്കെ അവരെ മനസ്സ് മസ്ജിദിലേക്ക് ഒഴുകിയെത്തും. നിസ്കാരത്തിൻ്റെ സമയമാകാൻ അവരാഗ്രഹിച്ച് പൂതി വെച്ച് നടക്കും. ബാങ്കോളി കേൾക്കുന്നത് അവർ കാതുകൂർപ്പിച്ച് നടക്കും. കാരണം അവർക്ക് സമാധാനം അതാണ്. ദുനിയാവിലെ മറ്റൊന്നും അവർക്ക് സമാധാനമല്ല. ഇതിനേക്കാൾ സമാധാനം നൽകുന്ന മറ്റൊരു സംഗതി അവർക്കില്ല. ഇങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരക്കാരാണ് യഥാർത്ഥത്തിൽ കൺകുളിർമയുള്ള നിസ്കാരക്കാരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ നമ്മെ കേൾപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നിസ്കാരവും നോമ്പുമെല്ലാം ഇങ്ങനെ നമ്മുടെ ഹൃദയം കൊണ്ടായിരിക്കണം എന്നുള്ളതാണ്, ഖൽബ് കൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. മൂന്നാമതായി ഞാൻ സൂചിപ്പിക്കട്ടെ, ഇപ്പം നല്ല നിയ്യത്തുകൾ ഉണ്ടാകുക, കുറച്ച് തീരുമാനങ്ങൾ ഉണ്ടാകുക എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, നോമ്പാകട്ടെ, നിസ്കാരമാകട്ടെ, ഏത് ഇബാദത്താകട്ടെ, അതെല്ലാം ഖൽബ് കൊണ്ടാകണം, ഖൽബിൽ സ്പർശിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പറഞ്ഞു. അതിന് നിസ്കാരത്തിൻ്റെ ഉദാഹരണം നമ്മൾ പ്രത്യേകം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും നല്ല നിസ്കാരം ഏതാണ്, ഏറ്റവും നല്ല നോമ്പ് ഏതാണ്, ഏറ്റവും നല്ല ഹജ്ജ് ഏതാണ്, ഇങ്ങനെ ഒരുപാട് ഇബാദത്തുകളെ കുറിച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് എന്ന് ചോദിക്കുകയുണ്ടായി. അവിടുന്ന് എല്ലാറ്റിനും ഒരുപോലെയാണ് മറുപടി പറഞ്ഞത്. എന്താണത്? അക്സറുഹും ലില്ലാഹി ദിക്റാ. നീ ഏറ്റവും അധികം അള്ളാഹുവിനെ സ്മരിക്കുന്ന നിന്റെ നിസ്കാരമാണ് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം. ഏറ്റവും അധികം അള്ളാഹുവിനെ ഓർക്കുന്ന നിന്റെ നോമ്പാണ് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ്. ഏറ്റവും അധികം അള്ളാഹുവിനെ ഓർക്കുന്ന ഹജ്ജാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജ്. അതുകൊണ്ട് ഇബാദത്തുകളിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നിമിത്തം ഹൃദയത്തിന് സമാധാനം വരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ഇബാദത്താണ് നമ്മുടെ ഇബാദത്തുകൾ. ആ ഇബാദത്തുകളാണ് ഏറ്റവും അഫ്ളലായ ഇബാദത്തുകൾ. അതല്ല ചടങ്ങിന് തിരക്കിട്ട് തീർക്കുന്ന യാന്ത്രികമായ പ്രോസസ്സാണോ നമ്മുടെ ഇബാദത്തുകൾ, എങ്കിൽ ആ ഇബാദത്തുകൾ ശ്രേഷ്ഠമല്ല, അതിന് ചിലപ്പോൾ കൂലി തന്നെ, പ്രതിഫലം തന്നെ ലഭിക്കുകയില്ല എന്നാണ് പണ്ഡിതന്മാർ ഇത്തരം ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള സ്മരണ നിറയുന്ന, അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുന്ന, ഖൽബ് തൊടുന്ന ഇബാദത്തുകളായി മാറണം. മൂന്നാമതായി ഞാൻ സൂചിപ്പിക്കട്ടെ, റമളാനിൽ നമ്മൾ നേടിയെടുക്കുന്ന, അള്ളാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം തഖ്വ സമ്പാദിക്കുക എന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് മുൻകാലക്കാർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണത്? റമളാനിൽ നമ്മൾ നേടേണ്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യമായി അള്ളാഹു അറിയിക്കുന്നു, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയെന്നാണ്. സഹോദരങ്ങളെ, ഈ തഖ്വയുടെ സ്ഥാനം എവിടെയാണ്? ഖൽബാണ്. ഖൽബിലാണ് തഖ്വ സ്ഥാപിക്കപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഹജ്ജിൻ്റെ ആയത്തുകൾ പറയുന്നിടത്ത്, സൂറത്തുൽ ഹജ്ജിൽ, ذَلِكَ وَمَنْ يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِنْ تَقْوَى الْقُلُوبِ. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ, ദീനിൻ്റെ ചിഹ്നങ്ങൾ ആരാണോ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, അത് അവരുടെ ഹൃദയത്തിലെ തഖ്വയാണ്. ഹൃദയത്തിലെ തഖ്വയുടെ അടയാളമാണ് ശരീരം കൊണ്ട് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ ആദരിക്കുക, ദീനിൻ്റെ ചിഹ്നങ്ങൾ അത് പ്രവർത്തിക്കുക, അതിനെ ബഹുമാനിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രസിദ്ധമായ ഹദീസിൽ അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ട് 3 തവണ പറഞ്ഞു. തഖ്വ ഇവിടെയാണ്, ഹൃദയത്തിലാണ് തഖ്വ. തഖ്വയുടെ ഉത്ഭവസ്ഥാനം ഹൃദയമാണ്. അള്ളാഹു ഹറാമാക്കിയത് മുഴുവൻ റമളാനിലെന്നല്ല, ആയുസ്സിലുടനീളം മരിക്കോളം ഒഴിവാക്കാൻ പ്രേരിപ്പിക്കുന്ന തഖ്വ. അള്ളാഹു നിർബന്ധമാക്കിയത് മുഴുവൻ സർവ്വ നന്മകളും ജീവിതത്തിൽ ഉടനീളം മരിക്കുവോളം പ്രവർത്തിക്കാനുള്ള തഖ്വ. ഇതാണ് തഖ്വയുടെ 2 ഭാഗം. അള്ളാഹു ഹറാമാക്കിയത് ഒഴിവാക്കുക, അവൻ നിർബന്ധമാക്കിയത് പ്രവർത്തിക്കുക. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അള്ളാഹിൻ്റെ കൂലി പ്രതീക്ഷിച്ച് അവൻ്റെ ശിക്ഷയെ പേടിച്ചു. ഇതാണ് തഖ്വയുടെ ഡെഫിനേഷൻ, നിർവചനം. ഇത് സാധിക്കുന്നവർ ഹൃദയത്തിൽ തഖ്വ സ്പർശിച്ചവരാണ്, ഖൽബിൽ തഖ്വയുള്ളവരാണ്. അല്ലാത്തവർക്ക് തഖ്വ സമ്പാദിക്കാൻ സാധിക്കുകയില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഒരടിമ, അള്ളാഹുവിലേക്ക് യാത്രയാകുന്നൊരടിമ, അവൻ്റെ ഹൃദയത്തിലെ തഖ്വ കൊണ്ടും ഹൃദയത്തിലെ, ഞാൻ നേരത്തെ പറഞ്ഞ നല്ല നിയ്യത്തുകൾ, ഉറച്ച തീരുമാനങ്ങൾ, നല്ല ലക്ഷ്യബോധം, ഇതുകൊണ്ട് അവൻ അള്ളാഹുവിലേക്ക് ഏറ്റവും വേഗത്തിൽ അടുക്കാൻ സാധിക്കും. അവയവങ്ങൾ കൊണ്ട് അവൻ ധാരാളമായി അവന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഖൽബ് കൊണ്ട് അവൻ അള്ളാഹുവിലേക്ക്
ബഹുദൂരം അടുക്കുന്ന അവസ്ഥ ഉണ്ടാകും. എന്നിട്ട് അദ്ദേഹം പറയാണ്, ബുദ്ധിയുള്ളവൻ അവൻ വലിയ ദൂരങ്ങൾ ഹൃദയത്തിലെ തഖ്വ കൊണ്ടും നല്ല നിയത്തുകൾ കൊണ്ടും കീഴടക്കും. അവനെപ്പോഴും ഉന്നതമായ ലക്ഷ്യബോധം ഉണ്ടായിരിക്കും, സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കും, ദൃഢനിശ്ചയം ഉണ്ടായിരിക്കും, നിഷ്കളങ്കമായ ഇഖ്ലാസോടുകൂടിയുള്ള നിയത്തുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കുറച്ചാണെങ്കിലും അതുകൊണ്ട് അവൻ വലിയ ബെനിഫിറ്റ് നേടും, വലിയ പ്രതിഫലം നേടും. എത്രത്തോളം എന്ന് വെച്ചാൽ ഇതൊന്നും ഇല്ലാതെ ഒരുപാട് പ്രവർത്തിക്കുന്നവരെക്കാൾ ഇരട്ടി ഇരട്ടി പ്രതിഫലം അവൻ വാരിക്കൂട്ടും. നമ്മൾ സാധാരണ കച്ചവട ഭാഷയിൽ പറയുകയാണെങ്കിൽ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് കൂടുതൽ പ്രോഫിറ്റ് നേടുന്ന പരിപാടി. ഈ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് അതുകൊണ്ട് കൂടുതൽ ലാഭം നമുക്ക് ലഭിക്കുക ഏറ്റവും ഉന്നതമായ ലക്ഷ്യങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ തഖ്വ കൊണ്ടും ഹൃദയത്തിലെ നല്ല ഉദ്ദേശങ്ങൾ കൊണ്ടാണ്. അവരൊരുപാടൊന്നും ചിലപ്പോൾ പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ നല്ല ഉറച്ച തീരുമാനങ്ങളും ഹൃദയത്തിലെ തഖ്വയും അതുപോലെ തന്നെ നല്ല നിയത്തുള്ള ആളുകൾക്ക് ഓരോ ഇബാദത്തും പ്രയാസമായി മാറില്ല. അവർക്കൊരു പ്രയാസമേ ആവില്ല. അവർക്ക് അള്ളാഹുവിലേക്കുള്ള സഞ്ചാരം എളുപ്പമാകും. നേരത്തെ പറഞ്ഞ അതൊന്നുമില്ലാത്ത ആളുകൾ അവരെക്കാൾ അവർ മുന്നിലെത്തും. എത്രത്തോളം എന്ന് വെച്ചാൽ അവൻ്റെ നല്ല നിയത്ത് കൊണ്ട് തന്നെ അവൻ അനങ്ങാതിരുന്നാൽ പോലും മറ്റുള്ളവർ രാപ്പകലില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അമൽ ചെയ്യുന്നുണ്ടാവും. ഈ പറഞ്ഞ നിയത്തും നല്ല ഹൃദയത്തിൽ സ്പർശിച്ച് തഖ്വയൊന്നും ഇല്ലാത്തവർ പുറമേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചു കൂട്ടുന്നുണ്ടാവും. അവർ ചെയ്യുന്നതിൻ്റെ ഏഴായാലത്ത് അനങ്ങുന്ന പോലെ ഉണ്ടാവില്ല, അടങ്ങിയിരിക്കും. പക്ഷേ അവരെക്കാൾ എത്രയോ ദൂരത്തേക്ക് അവൻ സ്വർഗത്തിൻ്റെ ഉന്നത സോപാനങ്ങളിലേക്ക് സഞ്ചരിക്കുന്നുണ്ടാവും. എന്താ കാര്യം? ഖൽബിൻ്റെ അവസ്ഥയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അത്തരക്കാരുടെ വെറും പരിപാടികൾ വരെ ഇബാദത്തുകളായി മാറും. മറ്റവർ എത്ര തലകുത്തി പറഞ്ഞാലും അവരുടെ ഇബാദത്തുകൾ വരെ പാഴ്വേലകളായി മാറും. അവിടെയും ഖൽബിൻ്റെ സ്വാധീനം ചില്ലറയല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, തഖ്വയുടെ കേന്ദ്രവും ഖൽബാണ്. ഹൃദയത്തിലെ തഖ്വയും ഉന്നതമായ തീരുമാനങ്ങൾ. നമ്മളെപ്പോഴും ദുനിയാവിൽ നമ്മുടെ ചിന്തകളും മോഹങ്ങളും നമ്മുടെ ലക്ഷ്യബോധമൊന്നും നമ്മൾ ചെറുതാക്കലില്ല. ഉണ്ടോ? ഒരു വസ്ത്രം വാങ്ങുകയാണെങ്കിൽ നമ്മൾ 1000 അതല്ലെങ്കിൽ 1000 കൊടുത്ത് നമുക്കിഷ്ടപ്പെട്ട ഒരു വസ്ത്രം നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മൂല്യത്തിന് അർഹിക്കുന്ന റീസണബിൾ ആയിട്ടുള്ള നല്ല ഉൽപ്പന്നമാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ഉറപ്പുവരുത്തൂലേ? അതിനുവേണ്ടി നമ്മൾ പല റിസർച്ചും നടത്തും, പല അന്വേഷണങ്ങൾ നടത്തും. ഒരല്പം അതിനുവേണ്ടി അങ്ങനെയുള്ള സാധനം കിട്ടാൻ വേണ്ടി യാത്ര ചെയ്താലും വേണ്ടില്ല. ഒരു 10 റുപ്യൻ്റെ സാധനം നമ്മൾ പൈസ കൊടുത്ത് അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ ആ 10 രൂപയ്ക്ക് ഏറ്റവും മൂല്യവത്തായ സാധനമാണ് എന്ന് ഉറപ്പിച്ചിട്ടേ നമ്മളെ സാധനം വാങ്ങുള്ളൂ. ആണോ അല്ലേ? എത്ര നിസ്സാരമായ സാധനമാണെങ്കിലും ദുനിയാവിലെ നമ്മുടെ കാഴ്ചപ്പാടും ദുനിയാവിനോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് ഇതാണ്. സഹോദരങ്ങളെ, ഈ നശിച്ചു പോകുന്ന നക്കാപ്പിച്ച ദുനിയാവിൻ്റെ നൈമിഷികമായ വിഭവങ്ങൾ, 10 രൂപയുടെ വിഭവങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ തലമുണ്ടാക്കുന്നുവെങ്കിൽ, ഇങ്ങനെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുവെങ്കിൽ, ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിലെ ചിന്തയും ലക്ഷ്യബോധവും വളരുന്നുവെങ്കിൽ, എത്ര ദുനിയാവുണ്ടോ അതിനൊന്നും പകരം നിൽക്കാത്ത നിന്റെ ജീവനേക്കാൾ, നിന്റെ മിടിക്കുന്ന ഹൃദയത്തേക്കാൾ, നിന്റെ ചലിക്കുന്ന ശരീരത്തേക്കാൾ, നിന്റെ സിരയിലോടുന്ന രക്തത്തേക്കാൾ, നിശ്വസിക്കുന്ന വായുവിനേക്കാൾ, നിന്റെ മക്കളേക്കാൾ, നിന്റെ ഭാര്യയേക്കാൾ, നിന്റെ സന്താനങ്ങളെക്കാൾ, നിന്റെ വേണ്ടപ്പെട്ടവരെക്കാൾ, നിന്റെ ഉടയവരെക്കാൾ, നീ ദുനിയാവിൽ സമ്പാദിച്ച എന്തുമേതും എത്രയുമാകട്ടെ അതിനേക്കാളെല്ലാം അമൂല്യമായ വിലപിടിപ്പുള്ള നിന്റെ ദീനിനു വേണ്ടി നീ എത്ര ലക്ഷ്യബോധത്തോടെയാണ് ജീവിക്കുന്നത്? എത്ര ഉന്നതമായ ആ വിഷയത്തിൽ നിന്റെ ലക്ഷ്യബോധം എന്താണ്? നിന്റെ ആഗ്രഹം എന്താണ്? അതിങ്ങനെ സാദാസീത മുസ്ലിമായി ഇങ്ങനെ ജീവിച്ചു മരിച്ചാൽ മതി. അല്ല, കുറച്ചൊന്ന് ദീനിയായ ചെറുപ്പക്കാരെ കണ്ടു കഴിഞ്ഞാൽ കാരണന്മാർ, ഇക്കാലഘട്ടത്തിലെ കാരണന്മാരെ വരെ പറഞ്ഞു കൂടിപ്പോയി എന്നാണ്, ഓവറായിപ്പോയി എന്നാണ് പറയല്. യാ സുബ്ഹാനല്ലാഹ്, ദീനിൻ്റെ വിഷയത്തിൽ ഉന്നതമായ ലക്ഷ്യങ്ങൾക്കൊരു വിലയില്ലേ, സ്ഥാനമല്ല ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറഞ്ഞ മുതൽ മുടക്കിൽ ധാരാളം ലാഭം കൊയ്യുന്ന, പരലോകത്തെ കച്ചവടത്തിൽ വമ്പിച്ച ലാഭം കൊയ്യുന്ന കച്ചവടക്കാരായി നമുക്ക് മാറാൻ പറ്റുന്നതാണ്. തിജാറത്തൻ ലൻ തബൂർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനെക്കുറിച്ചാണ്. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റമദാൻ അതിനുള്ള സുവർണാവസരമാണ്, ഗോൾഡൻ ചാൻസാണ്. ഒരു പക്ഷേ നമ്മുടെ അവസാനത്തെ റമദാനായേക്കാം. ആ റമദാനിലേക്ക് നമ്മുടെ ആയുസ് അള്ളാഹു നീട്ടിത്തന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ നല്ല ചിന്തകളും ഉദ്ദേശങ്ങളും നീയത്തുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, റമദാനിൽ നമുക്ക് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചില്ല. ആ നീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ദൂരം നമുക്ക് സ്വർഗത്തിലേക്ക് അടുക്കാൻ സാധിക്കും, അനങ്ങാതിരുന്നിട്ടാണെങ്കിലും.
അതാണ് ഖൽബിൻ്റെ നിയ്യത്തുകളുടെയും ഉന്നതമായ ലക്ഷ്യബോധത്തിൻ്റെയും ഗുണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ ഖുർആനിൻ്റെ മാസമാണ്, ഖുർആൻ പാരായണത്തിൻ്റെ മാസമാണ്. ശഅബാനിൽ തന്നെ സലഫു സാലിഹ്യങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുക്കാറുണ്ടായിരുന്നു. ധാരാളമായി അവർ ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. പരിശുദ്ധ റമദാനിലെ ഖുർആൻ പാരായണം സർവ്വ മുസ്ലിമീങ്ങൾ മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത വിധം പരിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുന്ന മാസമാണ് റമദാൻ മാസം. നമുക്കറിയാം, പലരും 1, 2, 3 അതിലേറെയുമെല്ലാം ഖത്മോതി തീർക്കുന്നു. ഈ ഖുർആൻ പാരായണവും കേവലം നാവ് കൊണ്ടുള്ള ഓതി ബർക്കത്തെടുക്കാനുള്ള അധര വ്യായാമമായി പരിമിതപ്പെട്ടാൽ അതുകൊണ്ട് നമ്മുടെ ഖൽബിനെ സ്പർശിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഖുർആൻ, ഞാൻ പറഞ്ഞു വന്നത്, ഖുർആൻ അർത്ഥമറിയാതെ വെറുതെ ഓതിക്കഴിഞ്ഞാൽ കൂലില്ല എന്നല്ല, കൂലിയുണ്ട്, യാതൊരു സംശയമില്ല. ഖുർആൻ അർത്ഥമറിയാതെ ഓതുന്ന കേവല പാരായണത്തിന് പോലും ഒരക്ഷരത്തിന് അലിഫ് എന്ന് ഓതിക്കഴിഞ്ഞാൽ 10 ഹസനത്താണ് അള്ളാഹു രേഖപ്പെടുത്തുക, 10 നന്മയാണ് അർത്ഥമറിയാതെ ഓതിക്കഴിഞ്ഞാൽ. എത്ര ഹർഫുകളുണ്ട് ഖുർആനിൽ? പണ്ഡിതന്മാരിൽ ചിലർ കുറിച്ചു വെച്ചതുപോലെ 3,11,000 പരം ഹർഫുകളുണ്ട് ഖുർആനിൽ. ഒരു ഹർഫിന് 10 നന്മ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ 3,11,000 ഹർഫുകൾ ഒരാൾ പാരായണം ചെയ്ത് എത്ര നന്മയെ ഒരു തവണ ഖുർആൻ ഖത്മോതി തീർത്താൽ. സുബ്ഹാനല്ലാഹ്, ഒരു പേജിൽ എത്ര നന്മകൾ നമ്മൾ സമ്പാദിക്കുന്നു. ഇത് അർത്ഥമറിയാതെ ഓതിയാൽ നമുക്ക് ലഭിക്കുന്ന ഖുർആനിൻ്റെ ബറക്കത്താണ്. ഖുർആൻ മുബാറക്കാണ്. ഖുർആൻ മുബാറക്കാണെന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിൽ ഖുർആൻ അനുഗ്രഹീതമാണ്, ബറക്കത്ത് നിന്നാണ്. ഫി അജ്രിഹി വ സവാബിഹി, പണ്ഡിതന്മാർ പറഞ്ഞു, ഖുർആനിൻ്റെ അർത്ഥമറിയാത്ത കേവല പാരായണത്തിൽ പോലും അനേകം വമ്പിച്ച പ്രതിഫലമാണ്, ഒരു ഹർഫിന് 10 നന്മ എന്ന തോതിൽ. എന്നാൽ ഖുർആൻ നമ്മുടെ ഖൽബിനെ പിടിച്ചു കുലുക്കുന്ന പാരായണം ഉണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, അല്ലദീന ആതൈനാഹുമുൽ കിതാബ് യത്ലൂനഹു ഹഖ്ക തിലാവതി ഉലൈക യുഅ്മിനൂന ബി. അല്ലാഹു കിതാബ് നൽകിയിട്ടുള്ളവർ അവരതിനെ പാരായണം ചെയ്യേണ്ടതുപോലെ പാരായണം ചെയ്യുന്നു. ഹഖ് തിലാവ, പാരായണം ചെയ്യേണ്ട മുറപ്രകാരം പാരായണം ചെയ്യുന്നു. അവരാണത് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നവർ, അവരാണ് ഖുർആനിൽ ശരിയായ ഈമാനുള്ളവർ. ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നൊരു ഹഖ് തിലാവയുണ്ട്. ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഏതാണ് ഹഖ് തിലാവ? പണ്ഡിതന്മാർ പറഞ്ഞു, അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം ഖുർആൻ അതിൻ്റെ പാരായണ നിയമങ്ങളും ഉച്ചാരണ ശുദ്ധിയൊക്കെ പാലിച്ച് വൃത്തിയായി ഓതാൻ പഠിക്കുക. അതാണ് അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം. അത് സാധിക്കുന്നത്ര മനഃപ്പാഠമാക്കുക, ഹിഫ്ളാക്കുക. അപ്പോൾ ഖുർആൻ തെറ്റുകൂടാതെ ഉച്ചാരണ ശുദ്ധിയോടെ അതിൻ്റെ പാരായണ നിയമങ്ങൾ പാലിച്ച് ഓതുകയും സാധിക്കുന്നത്ര മനഃപ്പാഠമാക്കാൻ സാധിക്കുകയും ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. നമ്മിൽ പലരും ഈ ഒന്നാമത്തെ ഘട്ടത്തിൽ തന്നെ എത്രയോ താഴെയാണ്. ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ച് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന, നമ്മുടെ നിത്യജീവിതത്തിലെ നിസ്കാരത്തിൽ നമ്മൾ എന്നും ഓതിക്കൊണ്ടിരിക്കുന്ന ചെറിയ സൂറത്തുകളുണ്ട്, 5 ജുസിലെ. ഈ സൂറത്തുകൾ വരെ തെറ്റുകൂടാതെ ഓതാൻ പലർക്കും അറിയില്ല, പല ചെറുപ്പക്കാർക്കും അറിയില്ല, പല മുതിർന്ന ആളുകൾക്കും അറിയില്ല. മുതിർന്ന ആളുകൾ ചിന്തിക്കുന്ന, ഇനിയിപ്പോൾ എപ്പോൾ പഠിക്കാനാണ്, പ്രായത്രയായില്ലേ, നരച്ചില്ലേ. സഹോദരങ്ങളെ, എപ്പോൾ പഠിക്കാനാണെന്നുള്ള ചിന്തയിൽ നമ്മുടെ കാലം അങ്ങ് കഴിഞ്ഞു പോയാൽ, ഇത് പഠിക്കാതെ തിരുത്താതെയാണ് നമ്മൾ ഖബറിലേക്ക് ചെല്ലുന്നതെങ്കിൽ, അള്ളാഹുവിനെ നമ്മൾ ഈ തരംതാണ അവസ്ഥയിലാണ് കണ്ടുമുട്ടുന്നതെങ്കിൽ നമ്മളത് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വെച്ച മനഃപ്പാഠമാക്കിയ സൂറത്തുകൾ പോലും നമുക്ക് നേരെ ചൊവ്വ ഓതാൻ അറിയില്ലെങ്കിൽ പോകട്ടെ, സൂറത്തുൽ ഫാത്തിഹ കൃത്യമായി നിസ്കരിക്കുന്നൊരു മുസ്ലിം ദിവസം എത്ര തവണ പാരായണം ചെയ്യുന്നു? ഫർള് നിസ്കാരത്തിൽ മാത്രം 17 തവണ. സൂറത്തുൽ ഫാത്തിഹ ഓതാത്ത ഒരു ഫർളും സുന്നത്തുമില്ല നിസ്കാരമായിട്ട്. സൂറത്തുൽ ഫാത്തിഹ പോലും കൃത്യമായി ഓതാൻ അറിയാത്തവർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കഴിഞ്ഞ ദിവസം ഞാനൊരു മസ്ജിദിൽ യാദൃശ്ചികമായി കയറിയതാണ്. മസ്ജിദിൽ, ഏതാ മസ്ജിദ് എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. ആ മസ്ജിദിലെ ഇമാമിൻ്റെ സൂറത്തുൽ ഫാത്തിഹയുടെ ഓത്ത് കേട്ടിട്ട് സുബ്ഹാനല്ലാഹ്, അത്രയും നമുക്ക് പ്രയാസപ്പെട്ടൊരു നിസ്കാരം എനിക്ക് ജീവിതത്തിൽ ഉണ്ടായില്ല. അതായത് നിസ്കാരം നിർത്തിപ്പോകാൻ രൂപത്തിൽ ഖുർആനിനെ അങ്ങനെ ഓതി അവമതിക്കുന്ന രൂപത്തിലുള്ളൊരു അനുഭവം അടുത്ത് കഴിഞ്ഞ ആഴ്ച എനിക്കുണ്ടായി. ഇമാമത്ത് നിൽക്കുന്ന ആൾ പോലും സൂറത്തുൽ ഫാത്തിഹ ഓതാനറിയാതെ സൂറത്തുൽ ഫാത്തിഹയെ നിന്ദിക്കുന്ന അവസ്ഥ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ കാണുന്നു, അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര ഖേദകരമാണത്. ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും പഠിക്കാനുള്ള സംവിധാനങ്ങളും
എന്നാൽ നമ്മുടെ ഭൗതിക വിഷയങ്ങൾ നമ്മൾ എത്ര അപ്ഡേറ്റഡ് ആയിരിക്കും? അത് അന്ന് മദ്രസയിൽ ഓതി തെറ്റി പഠിച്ചു വെച്ച അതേ സാധനം തന്നെ ഇന്നും പറ്റാണ്. ചെറിയ സൂറത്തുകളാണെങ്കിലും ഫാത്തിഹ ആണെങ്കിലും അതൊന്ന് തിരുത്താനും പൊടിതട്ടി എടുക്കാനും നന്നാക്കാനും അതിൻ്റെ പാരായണമെങ്കിലും നന്നാക്കാൻ ആളുകൾക്ക് അറിയില്ല. അപ്പോൾ പാരായണം നന്നാക്കുന്നുള്ള ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മളെവിടെയാണ്? നമ്മുടെ മസ്ജിദിലെ ഇമാം ഒന്ന് നാട്ടിൽ പോയി കഴിഞ്ഞാൽ, അതിൽ അദ്ദേഹം ഒന്ന് ലീവ് അറിയിച്ചാൽ, ധൈര്യസമേതം ഒരു വഖത്തിന് ഉറക്കം ഒന്ന് നിസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കാൻ ധൈര്യമുള്ള ആരാണുള്ളത്? ആത്മവിശ്വാസമുള്ള ആരാണുള്ളത്? പലർക്കും മടിയാണ്. എന്താ? അറിയില്ല. ബാങ്ക് കൊടുക്കാൻ അറിയാത്തവർ, ലാ ഇലാഹ ഇല്ലല്ലാ. മറ്റൊരു അനുഭവമാണ് ബാങ്കിലെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ അറിയാത്തവർ. ലാ ഇലാഹ എന്നുള്ളിടത്ത് ലാ ഹിലാഹ എന്ന് പറയുന്ന അവസ്ഥ. മസ്ജിദിലെ കാര്യപ്പെട്ട ആളുകളുടെ ബാങ്ക് കേട്ടപ്പോൾ ഉണ്ടായ അനുഭവമാണ് മറ്റൊരു അനുഭവം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ഷഹാദ പോലും തെറ്റുകൂടാതെ വൃത്തിയായി ഉച്ചരിക്കാൻ അറിയാത്ത ഈ ആധുനിക കാലഘട്ടത്തിൽ എന്തൊരു വലിയ ദുര്യോഗമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ ദുനിയവിയായ ഐഹികമായ വിഷയങ്ങളിൽ അവർ വലിയ ടോപ്പിലായിരിക്കും. ദീനിൻ്റെ വിഷയത്തിലുള്ള ഉന്നതമായ ചിന്തയും ലക്ഷ്യബോധവും നമ്മെ അലട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഖുർആനിൻ്റെ വിഷയത്തിൽ വരെ ഇതില്ലാത്ത ഖുർആൻ പാരായണം, അതുകൊണ്ട് നമ്മൾ നേടുന്ന നേട്ടം, പ്രതിഫലം ലഭിക്കുമെങ്കിലും അത് വളരെ കുറഞ്ഞതായിരിക്കും. സഹോദരങ്ങളെ, അതിനുമപ്പുറത്ത് അത് മനഃപ്പാടമാക്കുക എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാർ, മുതിർന്ന ആളുകൾ, എത്ര വർഷമായി നമ്മളിവിടെ ജീവിക്കുന്നു. ദുനിയാവിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു അറിഞ്ഞു, നമ്മൾ ഓർത്തു വെക്കുന്നു. ഒരു ദിവസം ഒരായത്ത് നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ മനഃപ്പാടമാക്കുമായിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന്. ഇപ്പം നമ്മളിൽ പലരും എപ്പോഴോ ഹാഫിലുകളായിട്ടുണ്ടാവും അല്ലേ? ഈ പറയുന്ന ഞാനും നിങ്ങളും എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. എത്രയാണ് അള്ളാഹുവിൻ്റെ കലാമിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന്? സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കലാം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ, സംഭരിച്ചു വെച്ചാൽ, ഹൃദയത്തിൻ്റെ കറകളും ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്ന അനാവശ്യ ചിന്തകളെല്ലാം അതിൽ നിറഞ്ഞു കവിയും. ഒരു സംഗതി ഒരു പാത്രത്തിൽ നമ്മൾ നിറക്കുന്തോറും അല്ലേ, ആ പാത്രത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കവിഞ്ഞു പോകും. അപ്പം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത് ദുനിയാവും, ദുനിയാവിൻ്റെ മോഹങ്ങളും ആഗ്രഹങ്ങളും ചിന്തകളും അഭിലാഷങ്ങളൊക്കെയാണ്. ആ ഹൃദയത്തിലേക്ക് ഖുർആൻ പണ്ട് മുതലേ ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്, വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്, സംഭരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എങ്കിൽ ഹൃദയത്തിൽ അനാവശ്യ ചിന്തകളും പുഴുക്കുത്തുകളൊക്കെ പതുക്കെ 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 നിറഞ്ഞു കവിഞ്ഞ് കുമിഞ്ഞൊഴുകിപ്പോവും. ഹൃദയത്തിൽ എത്രയാണ് അള്ളാഹുവിൻ്റെ കലാമിൽ നമ്മൾ മനഃപ്പാടമാക്കി സ്റ്റോർ ചെയ്ത് വെച്ചത്? ഒന്നാലോചിച്ച് നോക്കൂ. എവിടെയാണ് ഖുർആൻ, അള്ളാഹുവിൻ്റെ, എൻ്റെ റബ്ബിൻ്റെ സംസാരം, അവൻ എനിക്ക് ഓതിത്തന്ന സാരോപദേശം, അവൻ്റെ കലാം എൻ്റെ ഹൃദയത്തിൽ? ബാക്കി പലതും, വേണ്ടാത്തതും വേണ്ടതും ഐഹികമായതും നശിക്കുന്നതും നശിച്ചൊടുങ്ങുന്നതുമായ ദുനിയാവിൻ്റെ പലതും എൻ്റെ ഹൃദയത്തിലുണ്ട്. പലതും എൻ്റെ കൽബിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പലരോടുമുള്ള ഇഷ്ടവും സ്നേഹവും വെറുപ്പും അഹങ്കാരവും പലതുമുണ്ട്. അള്ളാഹുവിൻ്റെ കലാമിൽ നിന്നാണ് നമ്മളെ കൽബിൽ സ്ഥാനം പിടിച്ചത്. ഇതാണ് ഖുർആനിൻ്റെ പാരായണ മുറയുടെ ഒന്നാമത്തെ ഘട്ടം. വൃത്തിയായി ഓതാൻ പഠിക്കുക, സാധിക്കുന്നത്ര മനഃപ്പാടമാക്കുക. രണ്ടാമത്തെ ഘട്ടം ഫഹ്മുൽ ഖിതാബി വതദബ്ബുരിഹി. ഫഹ്മുൽ ഖിതാബി വതദബ്ബുറു. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സംസാരമാണ് ഖുർആൻ. എൻ്റെ റബ്ബ് എന്നോട് സംസാരിച്ചത് എനിക്ക് മനസ്സിലാവണം. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സംസാരമാണത്. എന്താണ് അവൻ പറഞ്ഞത് എന്ന് ഞാൻ ആലോചിക്കണം. ഞാൻ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. നമ്മൾ ഓതുന്നുണ്ട്, നമുക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മനഃപ്പാടമാക്കി വെച്ച സൂറത്തുകളുടെ പോലും അർത്ഥം പലർക്കും അറിയില്ല. സൂറത്തുൽ ഫാത്തിഹയുടെ പോലും അർത്ഥം പലർക്കും അറിയുകയില്ല. സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും ഉറപ്പോടുകൂടി എനിക്കതറിയാം, ഞാൻ അതിൻ്റെ ആശയം അനുസരിച്ച് ജീവിക്കുന്നവനാണ് എന്ന് പറയാൻ ധൈര്യസമേതം, അവകാശവാദം ആരുടെ മുമ്പിലല്ല, സ്വന്തത്തോട്, സ്വന്തം മനസ്സാക്ഷിയോട് പറയാൻ സമേതം ആഗ്രഹിക്കാൻ സാധിക്കുന്ന എത്ര പേരുണ്ട്? സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹ ഖുർആനിൻ്റെ രഹസ്യമാണ്, ഉമ്മുൽ ഖുർആനാണ്, ഖുർആനിൻ്റെ ആകത്തുകയാണ്. ആ പേരിൻ്റെ രഹസ്യമായി പണ്ഡിതന്മാർ പറഞ്ഞു, സൂറത്തുൽ ഫാത്തിഹയിൽ 7 ആയത്തുകളാണുള്ളത്. സൂറത്തുൽ ഫാത്തിഹയിലെ ഏതായത്തും, ഈ 7-ൽ ഏതായത്തും പരിശുദ്ധ ഖുർആനിലെ മറ്റു 113 സൂറത്തുകളിലെ 6000-ൽ പരം ആയത്തുകളുമായി ആശയപരമായി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഖുർആനിലെ 113 സൂറത്തുകളിലെ 6000-ൽ പരം ആയത്തുകൾ ഏതുമെടുക്കട്ടെ, ഒരു നിലക്കല്ലെങ്കിൽ മറുനിലക്ക് ആശയപരമായി സൂറത്തുൽ ഫാത്തിഹയിലെ 7 ആയത്തുകളിലേക്ക് കണക്ട് ചെയ്യാൻ, ബന്ധിപ്പിക്കാൻ സാധിക്കുമെന്ന്. അത്രയും രഹസ്യം സൂറത്തുൽ ഫാത്തിഹയിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ സൂറത്തുൽ ഫാത്തിഹ ദിവസവും നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്.
അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ ഖുർആനിൻ്റെ സംഗ്രഹം, ഉമ്മുൽ ഖുർആൻ എന്ന് പേര് ലഭിച്ചത്. ആ സൂറത്തുൽ ഫാത്തിഹയുടെ രഹസ്യമാണ്, പരിശുദ്ധ ഖുർആനിൻ്റെ രഹസ്യമാണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയുടെ രഹസ്യമാണ് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന അർത്ഥം ആയത്ത്. അതിൻ്റെ അർത്ഥം പോലും പല ആളുകൾക്ക് അറിയില്ല. അള്ളാഹു നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം സഹായം തരുന്നു. ദീനിൻ്റെ ആകത്തുക അതാണ്. അള്ളാഹുവിനുള്ള ഇബാദത്തും അള്ളാഹുവിനോടുള്ള ദുആയും സഹായത്തേട്ടവും. ഇതാണ് ദീനിൻ്റെ അടിത്തറ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് അള്ളാഹു പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് നീ വായിച്ചാൽ, ഓതിയാൽ അള്ളാഹു മുഅ്മിനീങ്ങളെ എന്ന് വിളിക്കുകയാണ്. നീ അവിടെ നിൽക്കുക, നിന്റെ കാത് കൂർപ്പിച്ചു വെക്കുക, നിന്റെ ഹൃദയം തുറന്നു വെക്കുക. ഒന്നുകിൽ അള്ളാഹു ഒരു നന്മ കൽപ്പിക്കുകയായിരിക്കും, നീ അത് പ്രവർത്തിക്കണം. അല്ലെങ്കിൽ അള്ളാഹു ഒരു തിന്മ വിലക്കുകയായിരിക്കും, നീ അത് ഒഴിവാക്കണം. ഇങ്ങനെ നീ ഖുർആൻ പാരായണം ചെയ്യുക. എത്ര ആയത്തുകളോടെ നമ്മൾ യാ അയ്യുഹല്ലദീന ആമനു യാ അയ്യുഹല്ലദീന ആമനു യാ അയ്യുഹല്ലദീന ആമനു നോദി. നമ്മളോടുള്ള കൽപ്പനയാണിത്, അല്ലെങ്കിൽ വിലക്കാണത്. നമുക്ക് മനസ്സിലായിട്ടില്ല. പണ്ഡിതന്മാർ ചിലർ പറയലുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ് പരിശുദ്ധ ഖുർആൻ, നമുക്കറിയാം. അറബിൻ്റെ സംസാരമാണ് അതെന്ന് നമുക്കറിയാം. നമ്മളത് പാരായണം ചെയ്യുന്നുണ്ട്, ഓതുന്നുണ്ട്. അവൻ്റെ അവസ്ഥ ഏതുപോലെയാണ്? നമ്മൾ ദുനിയാവിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന, ബഹുമാനിക്കുന്ന, നമുക്കേറെ ആദരവും ബഹുമാനവും ഇഷ്ടവും ഭയവും ഒക്കെയുള്ള ഒരാൾ, ആദരണീയനായൊരു വ്യക്തി, ഭൗതികമായും ദീനിയായും ഉന്നത നിലവാരത്തിലുള്ള, നമുക്ക് വേണ്ടപ്പെട്ട, നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചൊരു വ്യക്തി. ആ വ്യക്തി, അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയാണ്, നമ്മൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. അദ്ദേഹം സംസാരിക്കുക നമ്മൾ കേൾക്കുകയാണ്, നമുക്കത് മനസ്സിലാവുന്നില്ല. അദ്ദേഹം നമ്മെ ഉപദേശിക്കുകയാണ്, അദ്ദേഹം നമ്മോട് കൽപ്പിക്കുകയാണ്, നമ്മെ വിലക്കുകയാണ്, നമുക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ഈ പറയുന്നത്? നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായിരിക്കും നമ്മളെ അവസ്ഥ? ഒരു പടപ്പിനോടും ഒരു മനുഷ്യരോടും എത്ര ആദരണീയരായവരാണെങ്കിലും, എത്ര ബഹുമാനിക്കപ്പെടുന്നവരാണെങ്കിലും, എത്ര ഉന്നത സ്ഥാനീയവരാണെങ്കിലും, ഒരാളെപ്പോലും അല്ലാത്ത ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, ഒരു ഉപമകൾക്കും വിധേയനല്ലാത്ത, ഒരാളെപ്പോലും അല്ലാത്ത, മഹോന്നതനായ, ഉപമകളില്ലാത്ത റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കലാമായ പരിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുന്നു, ദിവസവും പാരായണം ചെയ്യുന്നു. എല്ലാ കൊല്ലവും റമദാനിൽ നമ്മൾ ഓതി തീർക്കുന്നു. നമുക്കത് മനസ്സിലാകുന്നില്ല എങ്കിൽ നമ്മളെക്കാൾ വലിയ നഷ്ടം സംഭവിച്ചവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനിൻ്റെ ഭാഷ പഠിക്കാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഹിതം അതിനുവേണ്ടി മാറ്റിവെക്കുക. ഈ പരിശുദ്ധ ഖുർആൻ അതിനുള്ളൊരു പ്രചോദനമായി മാറട്ടെ. പരിശുദ്ധ റമദാൻ, വരുന്ന റമദാൻ നമുക്കതിനുള്ളൊരു പ്രോത്സാഹനവും പ്രചോദനവുമായി മാറട്ടെ. ഇങ്ങനെ ഖുർആനിനെ കണ്ണും കാതും കൽബും കൊടുത്ത് കേൾക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ചാണ് യഥാവിധം പാരായണം ചെയ്യുന്നവരെന്നാണ്. അപ്പോൾ ഖുർആനിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ചിന്തിച്ചോതുക. ഇങ്ങനെ ചിന്തിച്ചോതുന്നത് കൊണ്ടായിരുന്നു, ഓതിയത് കൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ആയത്ത് ഓതിയിട്ട് സൂറത്തുൽ മാഇദയിൽ ഒരൊറ്റ ആയത്ത് ഓതി രാത്രി മുഴുവൻ നിന്ന് അവിടെ നിസ്കരിക്കും. ഇൻ തുഅദ്ദിബ്ഹും ഫഇന്നഹും ഇബാദുക എന്ന് തുടങ്ങുന്ന ആയത്ത്. അല്ലാഹുവേ, നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിൻ്റെ അടിമകളാണ്, നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ അസീസും ഹക്കീമുമാണ്, നീ പ്രതാപശാലിയും യുക്തിമാനുമാണ്. നിൻ്റെ അടിമകളെ നീ നീതി അനുസരിച്ച് ശിക്ഷിക്കുന്നു. നീ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രക്ഷ നൽകുന്നു. നിൻ്റെ പ്രതാപത്തിനോ നിൻ്റെ യുക്തിക്കോ അതനുഗുണമാകുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ആവർത്തിച്ച് പാരായണം ചെയ്ത് ഒരു രാത്രി മുഴുവൻ നിസ്കരിച്ചു എന്നാണ്. സഹാബികൾ ചിലർ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് മാത്രം ഓതി ആവർത്തിച്ച് രാത്രി നിസ്കരിച്ചു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അടുക്കൽ ഈ വാർത്ത എത്തി. അത് കുറഞ്ഞ ഒരു പ്രവൃത്തിയായി കണ്ട് ചിലർ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹു സത്യം, ഇന്നഹാ ലതഅദിലു സുൽസുൽ ഖുർആൻ, അത് ഖുർആനിൻ്റെ 1/3 പകരമാണെന്ന് റസൂലുള്ളാഹി ആ ഹദീസ് പറഞ്ഞ പശ്ചാത്തലത്തിലൊന്നിതാണ്. സൂറത്തുൽ ഇഖ്ലാസ് അത് മാത്രം ആവർത്തിച്ച് പാരായണം ചെയ്തൊരു സ്വഹാബി നിസ്കരിച്ചു. എന്താണ് കാര്യം? അതിൻ്റെ അർത്ഥം ചിന്തിച്ചിട്ടാണ്, അതിൻ്റെ ആശയം മനസ്സിലാക്കിയിട്ടാണ്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ ഹൃദയത്തെ സ്വാധീനിക്കുന്നതിൻ്റെ ഉപമ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പ്രസിദ്ധമായ ആയത്ത് സൂറത്തുൽ ഹശറിൽ നമുക്ക് കാണാം. എത്ര മണിക്കാണ് വാങ്ങ്? നമ്മളെപ്പോഴാണ് നിർത്തേണ്ടത്? 5 മിനിറ്റ് മുമ്പ് നിർത്തല്ലേ?
6:25 അയ്യോ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഈ ഖുർആനെങ്ങാനും നിർജീവമായ, ചലിക്കാത്ത, അനങ്ങാത്ത, കാണാത്ത, കേൾക്കാത്ത, ജീവനില്ലാത്ത, ചിന്തയില്ലാത്ത ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണ് നാം അവതരിപ്പിച്ചിരുന്നതെങ്കിൽ അള്ളാഹു പറയാണ്, ആ പർവ്വതം ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി നിമിത്തം വിനയാന്വിതമായത് പൊട്ടിത്തകരുമായിരുന്നു. നോക്കൂ നിങ്ങൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അനങ്ങാത്ത, ചലിക്കാത്ത, കേൾക്കാത്ത, കാണാത്ത, ചിന്തയില്ലാത്ത നിർജീവമായൊരു പർവ്വതത്തിന് മുകളിലാണ് ഈ ഖുർആൻ അവതരിച്ചിരുന്നതെങ്കിൽ പോലും അള്ളാഹിനെക്കുറിച്ചുള്ള പേടി നിമിത്തം, ഖുർആനിൻ്റെ ആശയ ഗാംഭീര്യ നിമിത്തം അത് പൊട്ടിത്തകരുമായിരുന്നുവെങ്കിൽ, ചലിക്കുന്ന, മിടിക്കുന്ന, രക്തം തുളുമ്പുന്ന, ചിന്താശേഷിയും കാഴ്ചയും കേൾവിയുമുള്ള മനുഷ്യൻ്റെ ഹൃദയം ഇതുകൊണ്ടൊരു ചലനം ഉണ്ടാക്കുന്നില്ലെങ്കിൽ, കൽബിലൊരിളക്കുണ്ടാക്കുന്നില്ലെങ്കിൽ, ആ ഖുർആൻ ഓതിയിട്ട് ഹൃദയത്തിലൊരു മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ, ഒരു പരിവർത്തനം ഉണ്ടാകുന്നില്ലെങ്കിൽ, ആ ഹൃദയം ഈ പർവ്വതത്തെക്കാൾ കടുത്തു പോയിരിക്കുന്നു എന്നതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിന്റെ കലാമ് കേട്ടിട്ട് ആ ഹൃദയം ഉരുകി ഒലിക്കുന്നില്ല എങ്കിൽ, ആ ഹൃദയമുള്ള ആളുകളുടെ കണ്ണുകൾ കണ്ണുനീരണിയുന്നില്ല എങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹൃദയത്തെ ഉരുക്കി ചാറാക്കാൻ നരകാഗ്നി ഒരുക്കി വെച്ചിരിക്കുന്നു എന്നവർ ഭയപ്പെടട്ടെ എന്നാണ്. അത്തരത്തിലുള്ള ഹൃദയങ്ങളിട്ട് കരിക്കാനാണ് ഇവിടെ ദുനിയാവിൽ അള്ളാഹിന്റെ കലാമ് കേട്ട് ഉരുകാത്ത ഹൃദയങ്ങൾ ഒരുക്കാനാണ് അള്ളാഹു കത്തിജ്വലിക്കുന്ന നരകാഗ്നി ഒരുക്കി വെച്ചിട്ടുള്ളത്. അത് അള്ളാഹിന്റെ നീതിയല്ലേ? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ച നീതിയല്ലേ? നരകശിക്ഷയെ എതിർക്കുന്ന ആളുകൾ ഈ നീതിയുടെ പാഠം ആലോചിക്കണം എന്നാണ്. അള്ളാഹിന്റെ കലാമ് കേട്ടിട്ട് ഇളകാത്ത കൽബുകളെ ഒരുക്കാനുള്ളതാണ് നരകം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ സമഅ വഹുവ ഷഹീദ്. അള്ളാഹു പറഞ്ഞല്ലോ, ഈ ഖുർആൻ ഉത്ബോധനമാകുന്ന ആർക്കാണ്? ഹൃദയ സാന്നിധ്യമുള്ളവർക്ക്, കൽബ് കൊടുത്ത ഖുർആനിനെ വായിക്കുന്നവർ, ഹൃദയത്തിൽ സ്വാധീനിക്കപ്പെട്ട രൂപത്തിൽ അതിൻ്റെ അർത്ഥവും ആശയവും ചിന്തിച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നവർക്കാണ് ഖുർആൻ ദിക്റയാകുന്നത്, ഉത്ബോധനമാകുന്നത്, അത് റൂഹാകുന്നത്. ഖുർആനിൻ്റെ വിശേഷണങ്ങളിൽ ഒന്നാണ് അത് റൂഹ് എന്നുള്ളത്. എന്താ റൂഹ് എന്ന് പറഞ്ഞാൽ? റൂഹ് എന്ന് പറഞ്ഞാൽ ജീവൻ, ആത്മാവ് എന്നാണ്. നമ്മുടെ ഹൃദയത്തിന് ജീവൻ നൽകുന്നതാണ് ഖുർആൻ. ആ ഖുർആൻ കൊണ്ട് ഇറങ്ങിയ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു റൂഹ് എന്ന് വിളിച്ചു. തനസ്സലുൽ മലായികത്തു വറൂഹ് അർ-റൂഹുൽ അമീൻ. ഖുർആനിൽ ജിബ്രീലിനെ വിശേഷിപ്പിച്ചു. കാരണം എന്താ? റൂഹായ മനുഷ്യന്റെ കൽബിന് ജീവൻ പകരുന്ന റൂഹും കൊണ്ട് ഇറങ്ങിയവനാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ ഇങ്ങനെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന രൂപത്തിൽ അതിൻ്റെ അർത്ഥവും ആശയം ചിന്തിച്ച് പാരായണം ചെയ്യണം. ഇതാണ് ഹഖ്ഖു തിലാവത്തിൻ്റെ രണ്ടാമത്തെ രൂപം. മൂന്നാമത്തെ ഘട്ടം അൽ അമലു ബി, ആ ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യണമെന്നാണ്. ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ്. അതനുസരിച്ച് നമ്മൾ ജീവിക്കണമെന്നാണ്. എങ്കിലാണ് ഖുർആനിൻ്റെ പാരായണം മുറ പൂർത്തിയാവുള്ളൂ. കൃത്യമായി പാരായണം ചെയ്യുന്നതിനപ്പുറത്ത്, സാധിക്കുന്നത്ര അത് മനഃപ്പാടമാക്കുന്നതിനപ്പുറത്ത്, അതിൻ്റെ ആശയവും അർത്ഥവും ചിന്തിച്ചു പാരായണം ചെയ്യുന്നതിനപ്പുറത്ത്, അതനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നിടത്താണ് ഖുർആനിൻ്റെ യഥാർത്ഥ തിലാവത്ത്, യഥാർത്ഥ പാരായണം. ഉലൈക യുഅ്മിനൂന ബി, അവരാണ് ആ ഖുർആനിൽ വിശ്വസിക്കുന്നവർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇങ്ങനെ ഖുർആനിൽ ഈമാനുള്ളവരാണോ നമ്മൾ പരിശോധിക്കുക. ഇങ്ങനെയുള്ള ഖുർആനിൻ്റെ തിലാവത്തായിരിക്കണം റമദാനിൽ സാധിക്കോളം നമ്മൾ നടത്തേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, അർത്ഥമറിയാതെ ഖുർആൻ പാരായണം ചെയ്താൽ കൂലിയില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, അതിന് പ്രതിഫലമുണ്ട്. എന്നാൽ ഹൃദയത്തെ സ്വാധീനിക്കണമെങ്കിൽ ഇപ്രകാരം ഖുർആനിനെ നമ്മൾ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധ റമദാനിൽ നമ്മുടെ ഈമാൻ, അതുപോലെ തന്നെ നമ്മുടെ ഇഹ്തിസാബ്, അത് നമ്മൾ പരിശോധിച്ചു കൊണ്ടേയിരിക്കുന്ന രംഗമാണ്. നമ്മുടെ റമദാനിലെ നോമ്പും നിസ്കാരവും ഈമാനോടും ഇഹ്തിസാബോടും കൂടിയായെങ്കിലേ അള്ളാഹു നമ്മുടെ തിന്മകൾ പുറത്തു നൽകുള്ളൂ. നമ്മുടെ അമലുകൾ, നോമ്പും നിസ്കാരവും അള്ളാഹു സ്വീകരിക്കുള്ളൂ. നോമ്പും നിസ്കാരവും അള്ളാഹു സ്വീകരിക്കാൻ വെച്ച രണ്ട് നിബന്ധനകളായി ഈമാനും ഇഹ്തിസാബും. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. നോമ്പാകട്ടെ, റമളാനിലെ രാത്രി നിസ്കാരമാകട്ടെ, ലൈലത്തുൽ ഖദ്റിലെ നിസ്കാരം പോലും ആകട്ടെ, ഈമാനും ഇഹ്തിസാബും ഇല്ലെങ്കിൽ നമ്മുടെ തിന്മകൾ പൊറുക്കപ്പെടുകയില്ല.
ഈമാനിൻ്റെ ഇഹ്തിസാബിൻ്റെ സ്ഥാനം എവിടെയാണ്? ഖൽബ്. ദീനിലെ ഏത് രംഗെടുത്തോ നിങ്ങൾ ഖൽബിനെ സ്വാധീനിക്കാത്ത എന്താണുള്ളത്? അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു വെച്ചത് ഖൽബ് നന്നാവണം, ഖൽബ് നന്നാക്കണം. ഖൽബാണ് അടിസ്ഥാനം. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈമാനോടുകൂടി നോമ്പെടുക്കുക, അനുസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് അള്ളാഹു എനിക്ക് നിയമമാക്കിയതാണ്, അള്ളാഹുവിൻ്റെ റസൂൽ എന്നെ പഠിപ്പിച്ചതാണ്, അള്ളാഹുവിൻ്റെ കൂലിയാണ്, പ്രതിഫലമാണ്, സ്വർഗമാണ് അവൻ ഇതിലൂടെ എനിക്ക് സമ്മാനിക്കുന്നത്. അത് ഉറപ്പാണ്. അള്ളാഹു നോമ്പെടുത്താൽ, നിസ്കരിച്ചാൽ എനിക്കൊരുക്കി വെച്ചിട്ടുള്ള പ്രതിഫലങ്ങൾ, അതിൻ്റെ വലുപ്പം, അതിൻ്റെ അപാരത, ഇതിലെല്ലാം ഉറച്ച ഈമാൻ കൈവരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നോമ്പ് നോക്കേണ്ടത്, നിസ്കരിക്കേണ്ടത്. രണ്ടാമതായി ഇഹ്തിസാബാണ്. ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അതിന് പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് സ്വർഗം ലഭിക്കുമെന്ന ഉറച്ച ഈമാനോടൊപ്പം അത് ആഗ്രഹിക്കണം. അതിൽ ഉറച്ച ഈമാൻ ഉണ്ടായാൽ എന്തായാലും അത് ആഗ്രഹിക്കും. ആ കൂലി മാത്രമാണ്, ആ പ്രതിഫലം മാത്രമാണ് നോമ്പെടുക്കാൻ, നിസ്കരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. എല്ലാവരും നോമ്പെടുക്കുന്നുണ്ടല്ല, എല്ലാവരും നിസ്കരിക്കൊണ്ടെന്നല്ല, ആരും അത് ഒഴിവാക്കുന്നില്ല എന്നതുകൊണ്ടല്ല, ആരെങ്കിലും എന്തെങ്കിലും പറയാനോ കാണാനോ കേൾക്കാനോ ആരെയും ബോധിപ്പിക്കാനോ വേണ്ടി. അള്ളാഹിൻ്റെ കൂലി മാത്രം, അവൻ്റെ പ്രതിഫലം മാത്രം. ഇതാണ് ഇഹ്തിസാബ്. ഇങ്ങനെയുള്ള നിസ്കാരമേ, നോമ്പേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. ഇതിൻ്റെ അടിസ്ഥാനം ഹൃദയമാണ്. അതുകൊണ്ട് ഖൽബിൽ ഈമാനും ഇഹ്തിസാബും ഇപ്പോൾ തന്നെ നമ്മൾ ഊട്ടിയുറപ്പിക്കുക. എന്നാൽ ഇത് രണ്ടുമില്ലാത്ത ഖൽബിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേതാണ്? റുബ്ബ സായിമിൻ ഹല്ലുഹു മിൻ സിയാമിഹിൽ ജൂഉ വൽ അതശ് വറുബ്ബ ഖായിമിൻ ഹല്ലുഹു മിൻ ഖിയാമിഹിസ് സഹർ. എത്ര നോമ്പുകാരാണ്, അവർ നോമ്പെടുക്കുന്നുണ്ട്, അവർ വിചാരം അവരെ നോമ്പ് സ്വീകരിക്കപ്പെട്ടു എന്നാണ്. പക്ഷേ അവരെ നോമ്പ് കൊണ്ട് അവർ നേടിയത് പട്ടിണിയും ദാഹവും മാത്രമാണ്. പട്ടിണി കിടന്നു, ദാഹം സഹിച്ചു എന്നതല്ലാതെ നോമ്പ് കൊണ്ട് അവർക്ക് ഒരു പ്രതിഫലം ലഭിക്കുന്നില്ല. എന്താണ് കാര്യം? ഖൽബിൽ ഈമാൻ ഇഹ്തിസാബില്ല. ഖൽബ് തൊടാത്ത നോമ്പായിരുന്നു, ഖൽബ് കൊണ്ടെടുക്കാത്ത നോമ്പായിരുന്നു അത്. അതാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ നോമ്പ് ഖൽബ് കൊണ്ടെടുക്കണം. അതുപോലെ തന്നെ നിസ്കാരം ഖൽബ് കൊണ്ടെടുക്കണം. വറുബ്ബ ഖായിമിൻ, എത്ര നിസ്കാരക്കാരാണ്, ഹല്ലുഹു മിൻ ഖിയാമിഹി സഹർ, അവർ തഹജ്ജുദ് ദീർഘമായി നിന്ന് നിസ്കരിക്കുന്നതായിരിക്കും. പക്ഷെ അവരെ നിസ്കാരം കൊണ്ട് അവർ നേടിയത് ഉറക്കൊഴിക്കൽ മാത്രമാണ്, ഉറക്കം നഷ്ടപ്പെടുത്തൽ മാത്രമാണ്. ആ നിസ്കാരം കൊണ്ട് അവരൊന്നും നേടിയില്ല. എന്താണ് കാര്യം? ഈമാനും ഇഹ്തിസാബും ഇഖ്ലാസും നല്ല നിയ്യത്തും നഷ്ടപ്പെട്ടു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നിസ്കാരവും നോമ്പും ഈമാനും ഇഹ്തിസാബും ഊട്ടിയുറപ്പിക്കുന്നതായിരിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ അമലുകൾ ഞാൻ ചുരുക്കുകയാണ്. നമ്മളിങ്ങനെ ആയിരിക്കണം, ഹൃദയത്തിൽ നല്ല നിയ്യത്തോടെ, ഇഖ്ലാസോടെ, തഖ്വയോടെ, ഉറച്ച തീരുമാനത്തോടു കൂടിയായിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഖൽബ്, അതിലടയാളപ്പെടുത്തുന്ന, ഖൽബിനെ സ്വാധീനിക്കുന്ന, ഖൽബ് നന്നാക്കി പരിവർത്തിപ്പിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവയവങ്ങളിൽ പ്രകടമാകുന്ന ഇബാദത്തുകളെ ഏത് കാലത്തും, റമദാനിലാകട്ടെ അല്ലാത്ത കാലത്താകട്ടെ, അള്ളാഹു സ്വീകരിക്കുള്ളൂ. ഇതാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ആകത്തുക. അതിനാണ് നമ്മൾ ഇത്രയും നേരം വിശദീകരിച്ചത്. ഇനി ഇതിനെ നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ദുർഗുണങ്ങളുണ്ട്, നമ്മളെ ഖൽബിനെ ബാധിക്കുന്ന ഒരുപാട് മോശമായ സിഫത്തുകളുണ്ട്. അതിലൊന്ന് റിയാ ആണ്. നമുക്കറിയാം, ആളുകളെ കാണിക്കാനും കേൾപ്പിക്കാനും പറയിപ്പിക്കാനും വേണ്ടി ചെയ്യുക. ഇതൊക്കെ വിശദമായി സംസാരിക്കേണ്ടതാണ്. ഓരോ വിഷയത്തിലും ഓരോ അസർ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ആളുകളിൽ അമൽ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് വേണ്ടി മാത്രമായി ഇഖ്ലാസോടുകൂടി തനിച്ച ഇഖ്ലാസുള്ള ഇബാദത്തുകൾ ചെയ്യുന്നവർ വളരെ ചുരുക്കമാണ്. അന്നത്തെ കാലത്ത് അവർ പറയാൻ വളരെ തുച്ഛമാണ്. കാരണം അധികം ആളുകളും തങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ നാട്ടുകാരെ കാണിപ്പിക്കണമെന്ന ചിന്തയിലാണ് അവർ ചെയ്യുന്നത്. ആളുകൾ കാണണമെന്ന ചിന്തയിലാണ്, പ്രകടനപരതയിലാണ് അധികം ആളുകൾ ഇബാദത്ത് ചെയ്യുന്നത്. ഫഅലം, എന്നിട്ട് അദ്ദേഹം പറയണം, അന്ന തർക്കൻ നദ്രി ഇലൽ ഖൽഖ് വമഹ്ബുൽ ജാഹി മിൻ ഖുലൂബിഹിം ബിൽ അമൽ. സൃഷ്ടികളിലേക്ക്, പടച്ചവനിലേക്ക് നോക്കുന്നതിന് പകരം നിന്റെ അമലുകൾ കൊണ്ട് പടപ്പുകളിലേക്ക് നോക്കുക, തിരിയുക. ആളുകൾക്കിടയിലുള്ള പ്രശസ്തിയും പേരും നിന്റെ അമൽ കൊണ്ട് ഉദ്ദേശിക്കുക. ഇത് നിന്റെ ജീവിതത്തിൽ നിന്ന് നീ മാറ്റി നിർത്തുകയും ഒഴിവാക്കുകയും അള്ളാഹുവിനെ മാത്രം ലക്ഷ്യമാക്കുകയും നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നീ രഹസ്യമാക്കുകയും മറച്ചു വെക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഹുവല്ലദീ റഫഅ മൻ റഫഅ, അതാണ് അള്ളാഹുവിൻ്റെ സ്ഥാനം ഉയർത്തപ്പെട്ട, സ്വർഗത്തിൽ ഉന്നത പദവികൾ ലഭിച്ചവർക്ക് അത്രയും ഉന്നത പദവിയിൽ എത്തിച്ചേരാൻ സഹായിച്ച കാര്യം. ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയവർ ഉന്നത പദവിയിലെത്തിയത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിന് മാത്രമായി ഞാൻ ചെയ്യുന്ന ഇബാദത്തുകൾ ആളുകളെ കാണിക്കാതെ മറച്ചു വെച്ച് രഹസ്യമായി സാധിക്കുന്നത്ര ആളുകളുടെ മുമ്പിൽ കാണിക്കാനോ പ്രശസ്തിക്കോ പേരിനോ വേണ്ടി പടപ്പുകളിലേക്ക്
ഒരമല് കൊണ്ടും തിരിഞ്ഞു നോക്കാത്ത പൂർണ്ണമായി അള്ളാഹുവിന് വേണ്ടി മറച്ചു വെച്ച് രഹസ്യമായി ചെയ്യുന്ന ഇബാദത്തുകൾ. പരസ്യമായി നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളുണ്ട്, അത് പരസ്യമായി തന്നെ ചെയ്യണം, അതിൽ യാതൊരു സംശയവുമില്ല. അവിടെയും നമ്മൾ ഇഖ്ലാസും റിയാ ഇല്ല എന്നുള്ള അവസ്ഥയും ഓർമ്മിക്കണം, വീണ്ടും മനസ്സിനെ ബോധിപ്പിക്കണം. അതാണ് നമുക്ക് സ്വർഗത്തിൽ ഉന്നത പദവി നേടിത്തരുന്നത് എന്ന് അദ്ദേഹം പറയാം. രണ്ടാമതായി സഹോദരങ്ങളെ, ഇങ്ങനെ ഇഖ്ലാസോടുകൂടിയും നിയ്യത്തോടുകൂടിയും നമുക്ക് അമൽ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു എന്ന് വിചാരിക്കുക. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അത് ലഭിക്കും ഇൻഷാ അല്ലാഹ്. അവിടെ നമ്മളങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പിടികൂടുന്ന മറ്റൊരു മാനസിക രോഗമുണ്ട്. അതെന്താണ്? ഷാറായിപ്പോയി എന്നുള്ള ചിന്ത, ഉജ്ബ്, ഇസ്തിക്സാറുൽ അമൽ, ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി എന്ന തോന്നൽ. മുൻഗാമികളിൽ ചിലർ ധാരാളമായി സുന്നത്ത് നിസ്കരിക്കുന്ന ആൾ, അവരെ പിന്നിൽ നിന്ന് ആളുകൾ വീക്ഷിക്കുന്നത് കണ്ടപ്പോൾ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അദ്ദേഹം ഈ നോക്കുന്ന ആളുകളോട് പോയി പറഞ്ഞതാണ്, ഞാൻ ഒരുപാട് നിസ്കരിക്കുന്നത് കണ്ടിട്ട് നീ അത്ഭുതപ്പെടേണ്ടതില്ല. സാക്ഷാൽ ഇബ്ലീസ് മലക്കുകളോടൊപ്പം സ്വർഗത്തിൽ ഒരുപാട് ഇബാദത്ത് ചെയ്ത ആളായിരുന്നു, പിന്നെ ഇങ്ങനെയൊക്കെ ആയി. അതുകൊണ്ട് എൻ്റെ ഇബാദത്തുകൾ കണ്ട് നീ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞവരെ കാണാം. അതുപോലെ തന്നെ അവർ രാത്രി നിസ്കരിച്ചെന്ന് പലപ്പോഴും കൂടെ കിടക്കുന്ന ഭാര്യമാർ അറിഞ്ഞിരുന്നില്ല എന്നാണ്. അങ്ങനെ ഇബാദത്തുകൾ രഹസ്യമാക്കിയിരുന്നു. വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം ഒരു സമൂഹത്തിന് മൊത്തം ഭക്ഷണപ്പൊതിയുമായി അതിൻ്റെ ചാക്കുമേന്തി സ്വതക്ക ചെയ്തിരുന്ന രാത്രികാലങ്ങളിൽ അവർ വീടുകളിൽ കൊണ്ടുവച്ചിരുന്ന ആളുകൾ, അവിടുത്തെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠരായിട്ടുള്ള ആളുകൾ, അവരുടെ മരണശേഷം മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ പുറത്ത് കണ്ട കറുത്ത പാട്, തഴമ്പ് വന്ന പാട് കണ്ടിട്ടാണ് അവരെ സ്വതക്കയുടെ രഹസ്യം ആളുകൾ മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇമാം ഷാഫി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഇദാ ഖിഫ്ത അലാ അമലിക്കൽ ഉജ്ബ്, നീ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് അത് നിനക്ക് മെച്ചപ്പെട്ടതായി തോന്നി, നിന്നെ അത് അത്ഭുതപ്പെടുത്തിയെങ്കിൽ നീ ചിന്തിക്കുക, നീ ഓർക്കുക, ഫദ്കുർ റിളാ മൻ തത്ലുബ്, നീ ആരുടെ തൃപ്തിയാണ് തേടുന്നത്? നീ ചെയ്ത അമൽ കൊണ്ട് നീ വലിയ സംഭവമായി നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഉജ്ബിനെ നീ ഭയക്കുന്നുവെങ്കിൽ നീ ഓർക്കണം. അപ്പം നമ്മൾ ഓർക്കേണ്ടുന്ന ഒറ്റമൂലിയാണത്. ആരുടെ തൃപ്തിയാണ് നീ തേടുന്നത്? വഫി അയ്യി നഈമിൻ തർഗബ്, നീ ഏത് നന്മയാണ്, ഏത് അനുഗ്രഹമാണ്, എന്തു പ്രതിഫലമാണ് നീ ആഗ്രഹിക്കുന്നത്? ആരുടെ ശിക്ഷയിൽ നിന്നാണ് നീ ഓടി ഒളിക്കാൻ ആഗ്രഹിക്കുന്നത്? ഇങ്ങനെ ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലേ, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉഷാറായി എന്ന് ചിന്തിച്ച് നമ്മൾ ഉജ്ബിൽ കുടുങ്ങിയാൽ ആരെ തൃപ്തിയാണ്, ആരെ ശിക്ഷയാണ്, ആരെ പ്രതിഫലമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, പേടിക്കുന്നത്, ഭയക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ അവൻ്റെ അടുക്കൽ അമൽ ചെറുതായിത്തീരും. ഇതാണ് അതിനുള്ള മരുന്ന്. മൂന്നാമതായി സഹോദരങ്ങളെ, നമ്മുടെ അമലുകളെ നശിപ്പിക്കുന്ന മറ്റൊരു സംഗതിയാണ് ഹസദ്, അസൂയ എന്നുള്ളത്. ഒരിക്കലും നമ്മൾ മറ്റുള്ളവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിലേക്ക് നോക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഭൗതിക വിഭവങ്ങളിൽ നമ്മൾ സായുജ്യമടയുക, തൃപ്തി അടയുക. ഉള്ളതുകൊണ്ട് നമ്മൾ ഒതുങ്ങിക്കൂടാൻ ശീലിക്കുക. ദുനിയാവിൻ്റെ വിഷയത്തിൽ നമ്മുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക. നമ്മൾ നേരെ തിരിച്ചാ ചെയ്യുക. ദീനിൻ്റെ വിഷയത്തിൽ നമ്മുടെ മുകളിലുള്ളവരിലേക്ക് നോക്കുക. നമ്മുടെ മുകളിലുള്ളവരിലേക്ക് നോക്കുന്ന നമ്മുടെ നാട്ടിലെ മെച്ചപ്പെട്ട ആളുകളിലേക്ക് നോക്കാനല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയ സഹാബത്ത്, താബിഈങ്ങൾ, സലഫു സാലിഹ്യങ്ങളിലേക്ക് നോക്കുക. അവിടേക്ക് തട്ടിച്ചു നോക്കുക. ദീനിൻ്റെ വിഷയം അവരെ പോലെ ആകാൻ സാധിക്കും. ദുനിയാവിൻ്റെ വിഷയത്തിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും താഴെയുള്ളവരിലേക്ക് നോക്കുക. സഹോദരങ്ങളെ, ഏറ്റവും ചുരുങ്ങിയത് മറ്റുള്ളവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, അവർക്ക് കിട്ടിയ ദുനിയാവിനെ കുറിച്ച് ആലോചിച്ചാൽ അവരോട് അസൂയ ഉണ്ടായിട്ടില്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ വില കുറച്ച് കാണാൻ നമ്മെ പ്രേരിപ്പിക്കും. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് നന്ദി ചെയ്യാതിരിക്കാൻ നമ്മളെ തടയും, നന്ദി ചെയ്യാൻ തടയും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹ്റത്തുൽ ഹയാത്തിദ് ദുനിയ ലിനഫ്തിനഹും ഫീഹി വറിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ. നിന്റെ കണ്ണുകൾ കൊണ്ട് ദുനിയാവിൽ നാം ഭൗതികമായ വിഭവങ്ങൾ നൽകിയ ആളുകളുടെ പിന്നാലെ പായിച്ചു കളയരുത്. നിന്റെ കണ്ണുകൾ അവർക്ക് പിന്നാലെ പായരുത്. നമ്മളത് അവർക്ക് നൽകിയത് അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ദുനിയാവ് നൽകിയവർക്ക് അത് നൽകിയത് അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നിന്റെ കണ്ണതിൻ്റെ പിന്നാലെ പാഞ്ഞു കളയരുത്. വറിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ, നിനക്ക് അല്ലാഹു തന്ന റിസ്ക് ഉണ്ടല്ലോ, അതാണ് നിനക്ക് ഏറ്റവും ഉത്തമവും നിലനിൽക്കുന്നതും. അതിൽ പരിമിതപ്പെടുത്തുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്രകാരം ഖൽബിനെ ശുദ്ധീകരിച്ച് സലീമായ ഇല്ലാമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം, പരലോകത്ത് രക്ഷപ്പെടുന്നവരുടെ വിശേഷണമായി അള്ളാഹു പറഞ്ഞത് ഒരുപാട് പ്രവർത്തനങ്ങളെക്കുറിച്ചോ നന്മകളെക്കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ, വല്ലാത്ത ആയത്താണിത്. ഒരു സന്താനമോ ഒരു സമ്പത്തോ ദുനിയാവിൽ ഒന്നും ഉപകാരപ്പെടാത്ത പരലോക നാളിൽ, ഖിയാമത്ത് നാളിൽ രക്ഷപ്പെടുന്നവരുടെ ഒരേ ഒരു വിശേഷണം അള്ളാഹു പറഞ്ഞു, ഇല്ലാമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം, സലീമായ ഹൃദയം കൊണ്ട് എത്തിയവർ. അവിടെയും അള്ളാഹു കൽബിനെയാണ് വിശേഷിപ്പിച്ചത്. സലീമായ ഹൃദയമുള്ളവരുടെ ബാക്കി പ്രവൃത്തിയെ സലീമാവും.
അതുകൊണ്ട് അങ്ങനെയുള്ള സലീമായ ഹൃദയത്തിൻ്റെ ഉടമകളാകുന്ന, വാക്കും പ്രവർത്തനം നന്നാകുന്ന, നഫ്സിനെ നന്നാക്കുന്ന, ശരിയായ ഖുർആൻ മുറപ്രകാരം പാരായണം ചെയ്യുന്ന, ഖുർആൻ സ്വഭാവമായി മാറുന്ന, ഖുർആൻ റസൂലുള്ളാഹിൻ്റെ സ്വഭാവമായിരുന്നു. ഖുർആൻ നമ്മുടെ സ്വഭാവമാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഹക്കുത്തിലാവ നമ്മൾ നടത്തണം. അങ്ങനെ പാരായണം ചെയ്താലാണ് ഖുർആൻ നമ്മുടെ സ്വഭാവമാകുക. ഇങ്ങനെ ഇബാദത്തുകൾ അതിൻ്റെ അർത്ഥത്തിൽ ഹൃദയസ്പർശിയായി കാഴ്ചവെക്കുന്ന ഒരു റമളാനായി റമളാൻ അള്ളാഹു നമുക്ക് മാറ്റി നൽകുമാറാകട്ടെ. അള്ളാഹു അതിനുള്ള ആഫിയത്തും തൗഫീഖും അവസരവും നമുക്ക് വീണ്ടും നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.